കരയൂല, തലചൊറിയൂല, കൈ വെക്കൂല, കാല് വെക്കൂല, അങ്ങനെ തന്നെ കിടക്കാണല്ലോ. പൊക്കിയതും അതുപോലെ ചാടിയതും ഓടിയതൊക്കെ അവസാനിച്ചു, അതോടി അസ്തമിച്ച് കിടക്കാണ്. അതുകൊണ്ട് ആ മയ്യത്തിന്റെ 4 ഭാഗത്തും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിലും മയ്യത്തിനെ അല്ല നോക്കുന്നത്, കാണാൻ വരുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. സഹോദരിമാര് ചോദിക്കും, ആലുവയിലുള്ള പെങ്ങള് വന്നായിരുന്നു, പെങ്ങള് വരുമ്പോ ഇവിടെ 5-6 നെഞ്ചിടിയും ബഹളമൊക്കെ നടക്കും, ഇവിടെ 5-6 സ്വത്തിന്റെ പേരിലൊക്കെ അടി നടക്കും, ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. മയ്യത്തിനെ അല്ല നോക്കുക, മയ്യത്ത് കാണാൻ വരുന്നവരെ. അപ്പൊ ചില മിടുക്കന്മാർ ഈ മയ്യത്തിനെ കാണാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ലോ മോഷനിലൊക്കെയാണ് കയറി വരിക. വന്നിട്ട് മയ്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഭാവപ്രകടനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിൽ, ആ മരണ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചാലകസേര എടുത്തിട്ട് ഒരു കാല് മറ്റേ കാലിന്റെ മുകളിൽ കയറ്റിവെച്ച് ഒരു സിഗരറ്റും കൊളുത്തി കയ്യിലേക്ക് വെച്ചിട്ട് എപ്പോഴായിരുന്നു മരണം, എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ വീടിന്റെ മുമ്പിലിരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയും മരണ വീട്ടിന്റെ ഏറ്റവും വലിയ മിടുക്കനാകാൻ ശ്രമം നടത്തുമ്പോൾ ഞാനും നിങ്ങളും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഈ വീടിന്റെ മുമ്പിൽ കിടത്തിയിരിക്കുന്ന മനുഷ്യൻ ബർസഖ് ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്ലാഹു നിശ്ചയിച്ച ദുനിയാവിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ആ സഹോദരനെ ഇതാ അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിൽ, പള്ളിയുടെ പരിസരത്തുള്ള കാടുകൾക്കിടയിൽ കുഴിക്കപ്പെട്ട പച്ചമണ്ണാകുന്ന 6 മണ്ണിന്റെ കത്തളത്ത് എല്ലാ സന്തോഷങ്ങൾക്കും പരിമുറുക്കങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് അതാ ആഖിറലോകത്തിന് തുടക്കം കുറിച്ച് ിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ സഹോദരന്റെ നൊമ്പരമറിയാ, ആ സഹോദരന്റെ മനസ്സിന്റെ സങ്കടമറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന സഹോദരിമാരെ, മരണ വീടിനോട് മര്യാദ കാണിക്കണം, അതിനോട് അറിവ് കാണിക്കണം. ആ മരണ വീട്ടിൽ മര്യാദ കേട്ടുകൊണ്ട്, ആ മയ്യത്തിനോടുള്ള മര്യാദ കേട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സഹോദരിമാര് വെറുതെ കരയുന്നവരുണ്ട്. വലിയ അശുദ്ധിയുള്ള സ്ത്രീയാണെങ്കിൽ പോലും മരണ വീട്ടിൽ നിന്ന് ഖുർആൻ എടുത്തു വെച്ച് ജനങ്ങൾ 10 പേര് നോക്കി നിൽക്കല്ലേ, എങ്ങനെ ഞാൻ ഖുർആൻ ഓരാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് അശുദ്ധിയുള്ള പെണ്ണ് പോലും ജനങ്ങളുടെ സിമ്പതിക്ക് വേണ്ടി ഖുർആൻ ഓരുമ്പോ ആ മയ്യത്തിന്റെ നമ്പരം എവിടെയെന്നറിയോ? പള്ളിപ്പറമ്പിൽ ആ മയ്യത്തിനെ കിടക്കാൻ വേണ്ടിയിട്ട് കുഴിക്കുന്ന ഖബറിന്റെ ഓരോ വെട്ടുകൊള്ളുന്നതും ഈ മയ്യത്തിന്റെ നെഞ്ചിലാണ്. സങ്കടത്തോടെ പ്രയാസത്തോടെയാണ് ആ മയ്യത്ത് കിടക്കുന്നത്. എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞല്ലോ, എന്നെ പൊതിഞ്ഞു കഴിഞ്ഞല്ലോ, ഇതാ സന്തൂഖ് കൊണ്ടുവന്നു, അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ 6ാമത്തെ റൂഹിന്റെ നൊമ്പരം എപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, സഹോദരിമാരെ, മരണ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് നല്ലത് തന്നെയാണ്. ഒരു മരണ വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? മയ്യത്തിന്റെ ബന്ധുക്കളെ കാണുക എന്നതാണ്. ഭർത്താവാണ് മരിച്ചുപോയതെങ്കിൽ അയൽവാസികളായ സഹോദരിമാര് ചെന്നിട്ട് ആ ഭർത്താവിന്റെ ഭാര്യയെ കാണണം. എന്നിട്ട് അവരെ സമാധാനിപ്പിക്കണം. അവരെ ഈ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഭക്ഷണം കഴിക്കാറ്, വെള്ളം കുടിക്കാറ് തളർന്നു കിടക്കുന്നവരാണവരെങ്കിൽ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കണം. ഇല്ല, ഇതാണ് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത. അല്ലാതെ എപ്പോഴും മയ്യത്തിന്റെ മുമ്പ് പോയി ഒരു ഖുർആനും ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആണുങ്ങൾക്ക് വരാൻ വയ്യ, പൊതിയാൻ വയ്യ, പള്ളിപ്പറമ്പിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ വയ്യ, ആ ഒരു അവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. മാത്രമല്ല സഹോദരിമാരെ, എത്ര മരണം നടന്നു കഴിഞ്ഞാലും, എത്ര ബുദ്ധിമുട്ട് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ക്ഷമിക്കാൻ ഇസ്ലാം പറയുന്നു എങ്കിലും നമ്മളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ സ്നേഹം നിങ്ങൾക്ക് തന്നിരുന്ന ഭർത്താവ് മരിക്കുമ്പോഴോ, നിങ്ങളുടെ മക്കൾ മരിക്കുമ്പോഴോ, നിങ്ങളുടെ കുടുംബക്കാർ മരിക്കുമ്പോഴോ ക്ഷമിക്കണമെന്ന് ഉസ്താദുമാർക്ക് പറയാനല്ലാതെ അവർക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നില്ല. കാരണം എന്താ? ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ആ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ച് അവസാനം ആ സ്നേഹം തന്ന കുടുംബനാഥൻ വിടവാങ്ങുമ്പോ ആ വിടവാങ്ങൽ മനസ്സുകൊണ്ട് പൊട്ടിക്കരയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോക
ലോകം ഏറ്റവും അധികം കരഞ്ഞു പോരാ, ലോകം ഏറ്റവും അധികം സങ്കടപ്പെട്ടു പോരാ, ലോകം പോലും കിടുകിടാ വിറച്ചുപോയ രംഗമാണല്ലോ ലോകത്തിലൊന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയത്. അത് ഈ സമുദായം ക്ഷമിച്ചില്ലേ? ഈ സമുദായത്തിലെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരാരാ സഹാബത്ത് ശ്രമിച്ചില്ലേ? അവിടെ മനസ്സുരുകി പോയിട്ട് പോലും തളർന്നു പോയിട്ട് പോലും ക്ഷമയോടെ കരുത്തോടെ അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിനെ അഭിമുഖീകരിച്ചില്ലേ? ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ക്ഷമയുടെ വാക്ക് കേട്ടുകൊണ്ട് മനസ്സിന് സമാധാനം കണ്ടെത്തി പോയിയെങ്കിൽ, എന്റെ സഹോദരിമാരെ, നമ്മളാരും ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരിമാര് വിചാരിക്കും അന്ന് തലമറയ്ക്കണ്ട, അന്ന് നല്ലതുപോലെ ഡ്രസ്സ് ധരിക്കണ്ട. എത്രയോ മരണ വീട്ടിൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ശരീരത്തിന്റെ നഗ്നത തുറന്നിട്ടുകൊണ്ട് മയ്യത്തിന്റെ മുമ്പ് വന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് വിളിക്കുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് ചെയ്ത അമലുമായി ഭർത്താവ് പോയി, എന്തിനാണ് മോളെ ആ ഭർത്താവിന് അദാബ് വാങ്ങിക്കൊടുക്കുന്നത്? സ്നേഹമുള്ളവളാണ് നീയെങ്കില്, ഭർത്താവിന്റെ പരലോകം രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്നവളാണ് നീയെങ്കില് മാറപ്പിടിച്ച് അട്ടഹസിക്കല്ല പെണ്ണേ. അത് ഹൈന്ദവരുടെ ആചാരമാണ്. അവരുടെ വീടുകളിൽ ഹൈന്ദവരുടെ, നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് വീടുകളിൽ ഇതിനു വേണ്ടി മാത്രം നമ്മൾ നിവേദനത്തിന്റെ ഫുഡ് പിന്നെ കളിക്കാൻ വേണ്ടി ടീമിനെ വിളിക്കാൻ പോകുന്ന പോലെ ഹൈന്ദവരുടെ മരണ വീടുകളിൽ നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി മാത്രം ടീമിനെ കാശ് കൊടുത്ത് കൊണ്ടുവരും. അവർക്ക് കരയണമെന്ന് അവരുടെ നിയമമുണ്ടെന്നാ പറയണം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം കരഞ്ഞത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിലും അതുപോലെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വിടവാങ്ങലിലും. പിന്നെ ഒരുപാട് സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിനെ പിടിച്ചു നിൽക്കുന്നത് പലർക്കും കാണാൻ കഴിഞ്ഞു എന്നാണ്. എത്രയോ എത്രയോ സഹാബത്തിന്റെ മയ്യത്ത്, എത്രയോ സന്തത സഹചാരികളുടെ റൂഹ് പിരിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീര് എങ്ങനെ ഒഴുകി എന്ന് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന നൂറുകണക്കായ ഹദീസുകളിലൂടെ പറയുമ്പോൾ നമുക്ക് കരച്ചിലൊക്കെ വരും. സംഭവം ശരിയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഞാനും കരയും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ നിങ്ങളും കരയും. പക്ഷേ ഈ കരച്ചിലിനൊരു മര്യാദയുണ്ട്. മരണ വീട്ടിൽ നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് എന്റെ മച്ച പോയേന്നും പറഞ്ഞ് രണ്ട് കൈയും കൊണ്ട് നെഞ്ചത്തൊരൊറ്റ വിളിയാ, നൈറ്റി മാക്സിയൊക്കെ വലിച്ചു കീറി ഇതാ കിടക്കും. പിന്നെ എങ്ങനെ ഈ മരണ വീട്ടിൽ നിന്ന് ചെറുപ്പക്കാർ മാറി നിൽക്കും? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, മരണ വീടുകളിൽ നമ്മുടെ മനസ്സിന് പ്രയാസം വരുമ്പോഴും സന്തോഷം വരുമ്പോഴാണ് ഇബ്ലീസ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുക. ഏറ്റവും അധികം സന്തോഷം വരുമ്പോഴും ഏറ്റവും അധികം സങ്കടം വരുമ്പോഴും ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കുമെന്ന്. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും കല്യാണത്തിന്റെ അന്നും നിസ്കരിക്കൂല, ആരെങ്കിലും മരിച്ചാൽ മരണത്തിന്റെ അന്ന് നിസ്കരിക്കൂല. ഈ രണ്ട് സമയം ഒഴിച്ച് ബാക്കിയുള്ള ദിവസമൊക്കെ ഭയങ്കര നിസ്കാരം. കാരണം ഈ രണ്ട് ദിവസം ഇബ്ലീസാണ് അവന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മളതിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണ വീട്ടിലെ നെഞ്ചത്തടിയും മാറത്തടിയും ഒക്കെ നിർത്തിവെച്ചിട്ട് കരഞ്ഞോ, നിനക്ക് കരയാമതിന് മര്യാദയുണ്ട്. പക്ഷേ എന്തിനാണ് കരയേണ്ടത്? ഈ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബറിന്റെ രക്ഷയോർത്തുകൊണ്ട് അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവനാണ്, ഭർത്താവാണ്, അതുകൊണ്ട് ആ ഭർത്താവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവനാണ്, എനിക്ക് വേണ്ടി ജീവിച്ചവനാണ്, ഞാൻ എന്തു പറഞ്ഞാലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നവനാണ്. വിദേശ രാജ്യത്ത് കിടന്ന് എന്റെ പ്രിയപ്പെട്ടവൻ കഷ്ടപ്പെടുമ്പോ ഞാൻ എന്താവശ്യപ്പെട്ടാലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇന്ന് മുതൽ ബർസഖിന്റെ ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് എന്നോർത്തുകൊണ്ട് കരയാവത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുമ്മ അജ്റുനാ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു പോയിരുന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പഠിച്ചുകൊണ്ട് വന്ന ദിക്റാണ്. ഉമ്മു സലമയോട് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, വിലപ്പെട്ടതെന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ
ഏറ്റവും വേണ്ടപ്പെട്ട വിലപ്പെട്ടത് എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ ദിക്റ് പറയാ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ത് ദിക്റാണെന്ന് ചോദിച്ചപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ റഹ്മാനെ. വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് എനിക്ക് നീ പകരം തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ദിക്റ് പറഞ്ഞു കൊടുത്തപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പഠിപ്പിച്ചു കൊടുത്തു. ഭാര്യ മനസ്സുകൊണ്ട് ആ ദിക്റ് പഠിച്ചു വെച്ചിരുന്നു. അവസാനമതാ ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു പോയി. ഈ ദിക്റ് പഠിപ്പിച്ചു കൊടുത്ത നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റും കൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. മരിച്ചുപോയപ്പോ ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കണമെന്ന്. സഹോദരിമാർക്ക് ഈ പരിസരത്തൊക്കെ വനിതാ ക്ലാസിന്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, പഠനവേദികൾ നടത്തി സഹോദരിമാർക്ക് ഇദ്ദയുടെ കാലാവധിയും ഇദ്ദയുടെ സൂക്ഷ്മതയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ആ സമയത്ത് അവരാരും പിന്നീട് പഠിക്കാമല്ലോ, ഭർത്താവ് മരിച്ചിട്ടല്ലേ, ഒന്നും പറയാൻ നമുക്ക് പറ്റൂല. നമ്മുടെ ഇദ്ദയുടെ കാലാവധി സഹോദരിമാർ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. ആവശ്യമില്ലാത്തതെല്ലാം പഠിച്ച് ആവശ്യമുള്ളത് മുഴുവനും ഒഴിവാക്കുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവനെ 4 മാസവും 10 ദിവസവും ഈ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇദ്ദ ഇരുന്നപ്പോ ഈ ദുആയാണ് പഠിച്ചത്. ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ദുആ. അള്ളാന്റെ ഹബീബ് നിന്റെ നേതൃത്വത്തിൽ ഭർത്താവ് തന്റെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത ദുആ. എന്ത് ദുആ? അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് സംഭവിച്ച എന്റെ വിപത്ത് എന്റെ ഭർത്താവ് എന്നോട് വിട പറഞ്ഞു പോയതാണ്. എത്ര സ്നേഹമായിരുന്നു അല്ലാഹ്, എത്ര സന്തോഷമായിരുന്നു അല്ലാഹ്. വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, ആ ഭർത്താവിനേക്കാൾ നല്ല ഒരു ഉത്തമ കുടുംബനാഥന് എനിക്ക് പകരം തരണേ അല്ലാഹ് എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. മക്കൾ മരിച്ചാലും എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഭർത്താവ് മരിച്ചാലും എല്ലാ സഹോദരിമാര് ദിക്റ് ചൊല്ലണം. ഭാര്യമാര് മരിച്ചാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ദിക്റ് ചൊല്ലണം. അങ്ങനെ ദിക്റ് ചൊല്ലുമ്പോ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റിന്റെ മഹത്വമുണ്ടല്ലോ, ആ ദിക്റിന് പകരമായി മരിച്ചുപോയവരെക്കാൾ ശ്രേഷ്ഠമായവരെ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തരുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മനസ്സുകൊണ്ട് സഹാബത്തിനോട് പറയുന്ന, സഹാബ, എന്റെ ഭർത്താവ് മരിച്ചപ്പോ അതിനേക്കാൾ ഉത്തമനായവനെ തിരിച്ചു തരണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്ർ ഞാൻ ചൊല്ലിയെങ്കിലും എന്റെ മനസ്സിലറിയാ, ആരാണ് ദുനിയാവിൽ അയാളെക്കാൾ ശ്രേഷ്ഠമായത്? എന്റെ ഭർത്താവിനേക്കാൾ എന്നെ സ്നേഹിച്ചവരാരുമില്ലല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ ദീനുള്ളവരാരുമില്ലല്ലോ, എന്റെ ഭർത്താവിനേക്കാൾ എന്റെ കുടുംബം പോറ്റുന്നവരാരുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്കിനി ആരാണ് ഇതിന് പകരം വരാറുള്ളത്? ഭർത്താവിനേക്കാൾ മെച്ചമായത് ദുനിയാവിൽ വേറെ ആരുമില്ല. ഞാൻ കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ് അബൂ സലമ. അബൂ സലമ മരണപ്പെട്ടു പോയപ്പോൾ ഇനി അബൂ സലമയ്ക്ക് പകരം ആരാണ് എനിക്ക് വരാനുള്ളത്? പക്ഷേ ഫലം മംഗലത്തെ യുദ്ധത്തി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഖതബനി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് വിവാഹാലോചനയുമായി ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, 40 ദിവസം ഞാൻ ഇദ്ദയിരുന്നുകൊണ്ട്, 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിയോഗത്തിന്റെ ദിക്റ് ഞാൻ അങ്ങ് ചൊല്ലിയപ്പോ, റസൂലുള്ള പഠിപ്പിച്ച ദിക്റ് അങ്ങ് ചൊല്ലിയപ്പോ എന്റെ ഭർത്താവിനേക്കാൾ ഉത്തമനായ ഭർത്താവിന് പകരം തരണമെന്ന് കരഞ്ഞുകൊണ്ട് എന്റെ പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോ അല്ലാഹു എനിക്ക് സമ്മാനമായി തന്നതാരാ? റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ, തൊയ്വ പദീം ജീവേ, തൗഹീദൊളി നിലാവേ,
അർശും കുർസിനും അധിപതി ഉടയോന്റെ അസനത്ത് ഉലകത്തിൽ ഉരച്ച പോയേ അർശും കുർസിനും അധിപതി ഉടയോന്റെ അസനത്ത് ഉലകത്തിൽ ഉരച്ച പോയേ താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിവാഹം ആലോചിച്ചു വന്നത് ആ ദുആ ഞാൻ ചൊല്ലിയത് കൊണ്ട് അള്ളാന്റെ ഹബീബിനെയാണ് പിന്നെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് അൽഹംദുലില്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വ്യക്തമാക്കി കൊടുക്കുമ്പോ മരണ വീട്ടിൽ നെഞ്ചത്തടിക്കുന്ന പെണ്ണേ ഭർത്താവിന്റെ പരലോക രക്ഷ ഓർത്തുകൊണ്ടാണ് കരയേണ്ടത്. ഇന്ന് സ്ത്രീകൾ കരയുന്നതെന്തിനാ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനെന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനെന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. അല്ലാഹുവേ പടച്ചവനെ എന്നെ ഇനി ആരാണൊരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനുള്ളത്? മമ്മൂട്ടിയുടെ ബെക്സാറ്റർ കാണാൻ കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ഇക്ക മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കാണാ പൾസറിന്റെ പുറകിലെത്തിയിട്ട് പരനിക്കാവിന്റെ റോഡിലൂടെ നാട്ടുകാർ നോക്കി നിൽക്കുന്നു. എന്റെ കൂട്ടുകാരികളാണ് സ്ത്രീകളൊക്കെ അത്ഭുതപ്പെടുമ്പോ അവരുടെ മുന്നിലൂടെ അന്തസ്സോടെ എന്നെ കൊണ്ടുപോറ എന്റെ പ്രിയപ്പെട്ട ഇക്ക ഉത്സവം കാണാൻ കൊണ്ടുപോറയിക്ക വീകാലാനിന്റെ കൃത്രിമ കടപ്പുറത്ത് എന്നെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഇക്ക നാളെ ആരാണ് എന്നെ കൊണ്ടുപോകാൻ വരുന്നത്? നിങ്ങൾ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു ഭാര്യയായി നമ്മുടെ ഭാര്യ മാറാൻ പാടില്ല. അങ്ങനെ സങ്കടപ്പെടുന്ന ഭാര്യയാണെങ്കിൽ വേറൊരു ഭർത്താവിനെ കിട്ടുമ്പോൾ ആ സങ്കടം അങ്ങ് തീരും, പിന്നെ നമ്മളെ മറക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെങ്കിൽ അതിലൊരു അർത്ഥമില്ല. ചില ഭർത്താക്കന്മാരൊക്കെ ഇന്ന് പഴയതുപോലെയല്ല, ഭയങ്കര സ്നേഹമാണ്. ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റൂല. വിളിക്കുന്നത് പോലും എവിടാടാ, നീ എവിടാടാ, ഞാൻ പോരു വഴിയിലാടാ, ഓക്കേടാ. ഭർത്താവ് ഭാര്യ വിളിക്കുന്നതും ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നതും ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നതും ഡാഡാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ ഭയങ്കര സ്നേഹമാണ്. 90 വയസ്സായ ഉപ്പമാര് വരെ മൊബൈലിൽ ഭാര്യയുടെ പേരടിച്ചിട്ടിരിക്കുന്നത് മൈ മോളു എന്നാണ്. എന്റെ മോളു, ചക്കരക്കുട്ടി എന്നൊക്കെ. ഇന്ന് ഭാര്യയുടെ പേര് വിളിക്കുമല്ലോ, കരള്, കൊടല്. ഇതൊക്കെ ഇങ്ങനെ ഈ ആൽബം കണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ആ മോഡലിലേക്ക് കാര്യങ്ങൾ നിൽക്കും. വലിയ സ്നേഹമാണ്. പ്രിയപ്പെട്ട ഉമ്മായ വേണമെങ്കിൽ വരെ ഉദരത്തിൽ കത്തി കടത്താൻ ഭാര്യ ഒരു മൂളല് തന്നാ മതി. മക്കള് തയ്യാറാണ്. ഉമ്മായെ തള്ളിപ്പറയാനും ഉപ്പായ വീട്ടിൽ അടിച്ചിറക്കാനും പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കണ്ണു കാണിച്ചാൽ റെഡിയാണ്. അതിനൊക്കെ തയ്യാറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് ഭർത്താക്കന്മാര് മരണപ്പെടുമ്പോ നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ച് കരയാനുള്ളത്. പിന്നെയോ എന്റെ ഭർത്താവ് എനിക്ക് തന്ന ഭക്ഷണത്തിനും എനിക്ക് തന്ന ചിലവിനും അർഹമായ പ്രതിഫലം നീ പരലോകത്ത് കൊടുക്കണേ അല്ലാഹ്. ഇന്നലെ രാത്രി എന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്ന എന്റെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് പച്ചമണ്ണിന്റെ അകത്ത് കിടക്കുന്നതല്ല എന്ന് ഓർത്തുകൊണ്ട് വേണം സങ്കടപ്പെടാൻ. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഏഴാമത് നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് എപ്പോഴാണ്? ഏഴാമത് നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ? സന്തൂഖനകത്തേക്ക് നമ്മുടെ മയ്യത്ത് വെച്ചിട്ട് അവിടെ 3 ചുവട്ടടി വീട്ടിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടു നടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നും മിണ്ടാനാകാതെ, ആരോടും സംസാരിക്കാനാകാതെ നിശ്ചലമായി തളർന്നു പോയ സന്തൂഖിന്റെ അകത്ത് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് മരിച്ചാൽ നാളെ ഞാനും നിങ്ങളും നേരിടേണ്ടുന്ന രംഗമിതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോ 6ാമത് റൂഹ് വിളിച്ചു പറയുന്നതെന്തെന്നറിയോ? യാ ഹിബായി വയാ ഔലാദി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്റെ കുടുംബക്കാര്, എന്റെ ബന്ധുക്കളെ,
എന്ന് വിളിച്ചിട്ട് ആറാമതാ റൂഹ് വിളിച്ചു പറയുന്നു, നിങ്ങളാരും എന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ദുനിയവിയായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകല്ലേ. എന്റെ മഗ്ഫിറത്തിന് വേണ്ടി, എന്റെ ശരീരത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പാപമോചനം തേടണമെന്ന് വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് പോകുന്നവരില്ലേ, സിനിമാ പാട്ട് പാടിക്കൊണ്ട് പോകുന്നവരില്ലേ, എന്തിനേറെ മയ്യത്ത് പൊതിയുമ്പോ പോലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരില്ലേ. പിന്നെയല്ലേ കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു സഹോദരൻ ചിരിച്ചു പോവുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരനോട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ചോദിക്കുന്നു, എടോ നിനക്ക് സ്വർഗ്ഗമുറപ്പായോ, ആഖിറത്തിന്റെ വിജയം നിനക്കുറപ്പായോ? ആ സഹോദരൻ പറയുന്നു, ഇല്ല. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ എങ്ങനെ നിനക്ക് ചിരിക്കാൻ കഴിയും? ദുനിയാവിലെത്രയോ ആഡംബരത്തിന്റെ കോടാല് കൊണ്ട് ആത്മീയത വെട്ടിമുറിച്ച മനുഷ്യനല്ലേ, ഒന്നും ചലിക്കാൻ പോലും കഴിയാറ് ഇന്ന് കിടക്കുന്നൊരു പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെല്ലാം എടുത്തുമറിച്ച മനുഷ്യനാണ്. പള്ളിയിൽ എന്തൊക്കെ ബഹളമായിരുന്നു, നാട്ടിലും എന്തൊക്കെ ബഹളമായിരുന്നു. കുറച്ച് പണം കിട്ടിയപ്പോ നാട്ടുകാരെ മുഴുവനും ചവിട്ടി തേച്ചുകൊണ്ട് പണത്തിന്റെ പത്തി വിടർത്തി ആടുന്നത് കൊണ്ട് അറിയാറ് ആനന്ദ നൃത്തത്തിന് ചുവട് വെച്ച് പോറ മനുഷ്യരല്ല, ദുനിയാവിന്റെ പച്ചമണ്ണോട് ചേർന്ന് പോയില്ലേ. അതുകൊണ്ട് സഹോദരങ്ങള്, ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നീ ചിന്തിക്കാറുള്ളത് എന്താണ്? നാളെ ഇതുപോലെ ഞാനും പോകുമല്ല. അതുകൊണ്ട് ഇവിടെ ചിരിക്കാറുള്ള സ്ഥലമല്ല, ഇവിടെ സന്തോഷിക്കാറുള്ള സ്ഥലമല്ല. ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദസ്വാ, അല്ലാഹുമ്മ ജാഫിൽ ഖബറം ജംബൈ എന്ന മനോഹരമായ ദിക്റുകൾ ചൊല്ലിയിട്ട് ആ മയ്യത്തിന് വേണ്ടി നിറകണ്ണുകളോട് അല്ലാഹുവോട് പാപമോചനം ചോദിക്കേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് പോലും നമ്മൾ മൊബൈൽ തറയിൽ വെക്കൂലല്ലോ. എല്ലാരും മൊബൈൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് തല ഇങ്ങനെ ഇരിക്കണം എല്ലാരും. യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാ തല തിരിഞ്ഞവൻ. തല തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ സ്വഭാവം തെറ്റുന്നതല്ല, തല ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ബൈക്കിൽ അതാ പോര് വഴി കഴിഞ്ഞടാ, ഓക്കേടാ ഓക്കേടാ, തല ഇങ്ങനെ സ്ത്രീകള് വീട്ടില് മീനിറക്കുന്നതോ മത്സ്യം ഇന്ന് അയലയാടി കിട്ടിയത് മൊബൈൽ ഇതാ ഇങ്ങനെ ചെയ്തിരിക്കുക. ഇന്ന് അയല. ചെറുപ്പക്കാര് പള്ളിയുടെ ബാത്റൂമിൽ പോയാൽ ഒരു വലത്തേക്കയുടെ ഒരു വെള്ള സിബിലും ഇടത്തേക്ക് ഇങ്ങനെ മൊബൈലിലും. അത് ശരിയടാ ബാത്റൂമിലാണ്. വെറുതെ പറയണമെന്നല്ല ഇത്, അവന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളല്ലോ ധൃതി അല്ലേ. ആലോചിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് ഭൗതികമായ ലോകത്ത്. നമ്മൾ ഈ മൊബൈല് എപ്പോഴും ഫുൾ ടൈം നമ്മുടെ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനൊരു നിയന്ത്രണം ഞാനും നിങ്ങളും കൊടുത്തില്ലെങ്കിൽ അപകടമാണ്, വല്ലാത്ത ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. മരണ വീട്ടിൽ പോലും മയ്യത്തിനെ കിടത്തി പൊതിഞ്ഞ് പള്ളിക്കകത്ത് കൊണ്ടുവന്നപ്പോ മയ്യത്തിന്റെ വയറ്റിന്റെ കഫം പൊതിഞ്ഞു വെച്ച് വയറ്റിന്റെ ഉസ്താദ് ചോദിച്ചത് ആ മയ്യത്ത് അനങ്ങുന്നുണ്ട്, മരിച്ചിട്ടില്ല. അപ്പൊ നിസ്കരിച്ചുകൊണ്ട് അടക്കിയിരുന്നെങ്കിൽ എന്തിന്റെ മോൻ പറഞ്ഞു, ഉസ്താദെ അത് ജീവനുള്ളതല്ല, എന്റെ മൊബൈല് വൈബ്രേഷനാണ്. ഉസ്താദ് പെട്ടെന്ന് പൊതിയാൻ പറഞ്ഞപ്പോ ഞാനും കൂടെ കുനിഞ്ഞു ഇങ്ങനെ കെട്ടിക്കൊണ്ടുന്ന മൊബൈൽ അങ്ങ് വീട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എടുക്കണ്ട, പാപ്പാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയിട്ട് വിളിച്ച് പറയട്ടെ. ഇതെന്റെ പ്രിയപ്പെട്ട ആലോചിച്ച് നോക്കുക, മരണ വീട്ടിൽ മയ്യത്ത് പൊതിയുമ്പോ വരെ അത്രയ്ക്ക് ലാഘവത്തോടു കൂടിയില്ലേ നമ്മൾ ആലോചിക്കും. വെറും ലാഘവത്തോടു കൂടി ചെയ്യാ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവർ എല്ലാ സകല ആൾക്കാരും അതിനു വേണ്ടി ഉപയോഗം. പിന്നെ പക്ഷെ പലർക്കും പറഞ്ഞുകൂടെ, ഗൾഫിൽ നിന്ന് വാപ്പമാ പിന്നെ മക്കൾ വരുമ്പോ ആദ്യം വാപ്പാക്ക് നീളമുള്ള മൊബൈൽ വാങ്ങിച്ചു. പാപ്പ ഉടനെ കടയിൽ വന്നിട്ട് കോയാക്കാട് പറയടാ മോൻ കൊണ്ടുവന്നതാ അടിപൊളി മൊബൈലാണ്, സെറ്റപ്പ് ആന്നൊക്കെ പറയും. ഉടനെ ഇതൊന്ന് ഓണാക്കാൻ നല്ലതുപോലെ അറിഞ്ഞുകൂടാ, ഓഫ് ആക്കാൻ അറിഞ്ഞുകൂടാ, കോള് വരുമ്പോ എടുക്കാൻ മാത്രം അറിയും. അതുകൊണ്ട് ആദ്യമായിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ് എന്താ പറയാ, സഫുകൾ നേരെയാക്കുക, മൊബൈൽ ഓഫ് ആക്കുക. എല്ലാ ഉസ്താദുമാരും പറയും. പറഞ്ഞില്ലെങ്കിൽ അന്ന് അവിടെ ബഹളമാണ്. ഇപ്പാപ്പാക്ക് ഇത് ഓഫ് ആക്കാനും പറഞ്ഞൂടാ. ഉസ്താദ് അങ്ങനെ പള്ളിയൊക്കെ നിശബ്ദമായി എന്ന് പറഞ്ഞ സൂറത്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോ പാപ്പാരെ മൊബൈലിൽ ഉമ്മാമ വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കാം, പള്ളിയിൽ പോയതല്ലേ, മൊബൈലും കൊണ്ട് പോയല്ലേ, കിട്ടുമോന്നറിയാലോ. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ ഉപ്പാവരെ മൊബൈലിൽ പെണ്ണേ പെണ്ണേ നീ എന്റേതല്ലേ പാട്ട് കേൾക്കാം. ഉടനെ മോദി മാമ അല്ലോ പള്ളിക്കകത്തും പെണ്ണ പടച്ചു. നോക്കുമ്പോ ഇയാള് മൊബൈലിന്റെ മണ്ടേ കേറി നിൽക്കാണ്, ഇത് ഓഫ് ആവണല്ല സംഭവം.
ചൈന സെറ്റാണ്, ഹൗദി കിടന്നാലും വലിയ കേട്ടോണ്ടിരിക്കും, ഓഫ് ആവൂല. അങ്ങനെ ഇതിനെ വണ്ടേ കയറി നിൽക്കുകയാണ്, ഇത് ഓഫ് ആവുന്നില്ല. അവസാനം ഉസ്താദ് ഈ ശബ്ദമെല്ലാം അവിടെ കേട്ട് പള്ളിക്കകത്ത് ആകെ ഗ്രാനൈറ്റ് ആയതുകൊണ്ട് എക്കോ ആണല്ലോ മൊത്തം ഇങ്ങനെ കേട്ടു. ഉസ്താദിന്റെ സൂറത്തും തെറ്റി. ഉടനെ പുറകിൽ ഒരാൾ ഉണർത്തി കൊടുക്കണമല്ലോ. ഉടനെ അപ്പുറത്ത് നിന്ന് ഇപ്പാ പറഞ്ഞിടേ അത് ഈ സൂറത്തിലല്ല അടുത്ത സൂറത്തിലാണ്. ആകെ ഒരുത്തനാണെങ്കിൽ എന്ത് ചെയ്യാ? പള്ളിക്കകം വെള്ളിയാഴ്ച അത് എത്ര നല്ല തക്കവയോട് ഉസ്താദ് അലി റളിയല്ലാഹു ചരിത്രമൊക്കെ പറഞ്ഞു ഭയങ്കര ഹുത്തുബയൊക്കെ ഓതി കരഞ്ഞുകൊണ്ട് നിസ്കാരം തുടങ്ങിയതാ. അവസാനം ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോക്ക് തുടങ്ങി. താമസിച്ചു വരുന്ന കുറെ ചെറുപ്പക്കാർ പറഞ്ഞാ ഇന്ന് ആ പള്ളി നിസ്കാരമല്ല, അവിടെ ഗാനമേളയാണെന്ന് ഉസ്താദിന്റെ പാട്ടൊക്കെ കേൾക്കുന്നത്, നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ എത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ. ഇത് മരണ വീട്ടിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ബഹളം, അതുപോലെ നിസ്കാരം തുടങ്ങുമ്പോ ബഹളം, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ പാട്ട്. പിന്നെ അവസാന ചെറുപ്പക്കാരൊക്കെ സുജൂദി പോകുമ്പോഴാണ് മൊബൈൽ അളയാ പിന്നെ വിളി ഞാൻ നിസ്കാരത്തിലാണ് അത്തയ്യാത്ത് പോകുമ്പോൾ വിളി ഇങ്ങനെ പറയും. കാരണം ഇത് പള്ളിക്കകത്ത് നിരന്തരം ഇങ്ങനെ ആയി. സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പഴയ കാലത്ത് സഹോദരിമാർക്ക് മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് പേടിയായിരുന്നു, ലജ്ജയാണ്. എങ്ങനെ ഞാൻ വലിയക്കല്ലേ പടച്ചോരി എന്ന് പറഞ്ഞാൽ പോവാണ്. ഇന്ന് ജംഗ്ഷനിൽ പോയി നിന്നാൽ 4 മൊബൈലും 7 പോക്കറ്റും 10 മെമ്മറി കാർഡ് 74 സിമ്മും ആയിട്ടാണ് നടക്കുക. മൊബൈലിൽ പോയി ഹലോ ജംഗ്ഷനിലേക്ക് പറഞ്ഞിക്കാവില്ല, ആരോട് സംസാരിക്കും? ഒരറപ്പുമില്ല പെൺകുട്ടികൾക്ക്. 14 വയസ്സും 15 വയസ്സും മുതൽ അവിടെ നിങ്ങോട്ട് 90 വയസ്സുള്ള തള്ളമാർക്ക് വരെയും അതിന് അറപ്പില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ, അന്യപുരുഷന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ മുഴുവനുമുണ്ടല്ലോ, ഭർത്താവറിയാതെ സംസാരിച്ചു പോലെ മുഴുവൻ സംസാരങ്ങളും അതാ നിന്റെ മൊബൈലിനകത്ത് നിന്ന് ക്ലിപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഇന്ന് ചൈന കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ മൊബൈലിലൂടെ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതാര് കേൾക്കണ്ട, ആരും അറിയണ്ട. എന്റെ മൊബൈൽ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അതിന്റെ അകത്തിരുന്ന് ഞാൻ ഇന്ന് വരെ സംസാരിച്ച സംസാര സകലങ്ങൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആരും അറിയണ്ട, കടയിൽ കൊണ്ട് കൊടുത്താൽ 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. നമ്മൾ ഇന്ന് വരെ സംസാരിച്ചത് മുഴുവനും. അങ്ങനെയാണെങ്കിൽ സകലതും പൊളിയും. സഹോദരിമാരെ ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ എത്ര മണിയാണെന്ന് ആലോചിച്ച് നോക്കി. 9:25 അല്ലെങ്കിൽ 9:30 അല്ലെങ്കിൽ 9:20. ഈ സമയത്ത് ഞാൻ എന്റെ മൊബൈൽ ഓഫാക്കി വെക്കുകയാണെന്ന് കരുതിക്കോ. ഓഫാക്കി വെക്കുന്ന മൊബൈൽ 9:30 ഞാൻ ഓഫാക്കുന്ന മൊബൈൽ 10:30 ഞാൻ ഓണാക്കുക. 10:30 ഓണാകുമ്പോ ഈ മൊബൈലിൽ എത്ര മണിയാവണം? 9:30 ആകാവൂ. കാരണം ഓഫാക്കി വെച്ചിരുന്ന സാധനമാണ്. 9:30 ഓഫാക്കിയതാണ്. അപ്പൊ ഇനി ഓണാക്കുമ്പോൾ 9:30 ആവാവൂ. പക്ഷെ 10:30 ഞാനത് ഓണാക്കുമ്പോ അതിനകത്ത് 10:30 ആയി. അപ്പൊ ഇത് ജീവനില്ലാതെ ഓഫാക്കി വെച്ചിരുന്ന സെറ്റിനകത്ത് ടൈം പ്രവർത്തിച്ചിരിക്കുകയാണല്ലോ അല്ലേ? സംഭവം ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും ചിലപ്പോ ഇതിനകത്ത് റെക്കോർഡിങ്. സഹോദരിമാര് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കൂടെ കൊണ്ടു നടക്കാൻ വരെ പറ്റൂലല്ലോ പടച്ചോൻ. എല്ലാം പൊളിയും. നിങ്ങൾ എന്താ കരുതിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോ ഈ ഒരു കാലയളവിൽ ഇത് വന്നപ്പോ നിങ്ങൾക്ക് പേടിയായില്ലേ? പഴയ കാലത്തൊക്കെ റക്കീബ് അത്തീത് നിങ്ങൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല് പോലും പഴയ കാലത്ത് നാം സംസാരിച്ച ഈ മൊബൈലിനകത്ത് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അത് മുഴുവനും അതായി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു വാക്കുപോലും അല്ലാഹുവിന്റെ കോടതിയിൽ മാറൂല. ദുനിയാവിൽ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അതുകൊണ്ട് മയ്യത്ത് ചുമന്ന് പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ അതിനോട് അനാദരവ് കാണിക്കല്ലേ. അതുപോലെ നിന്നെയും കൊണ്ടുപോകാനുള്ളതാണെന്ന ചിന്ത വേണം. അതുപോലെ നിന്നെയും അവ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അടക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആവശ്യം. ഇനി 8ാമത് എപ്പോഴാണ് നമ്മുടെ റൂഹ് വിളിക്കുന്നത്? 7ാമത് നമ്മുടെ റൂഹ് നമ്പരപ്പെടുന്നത് എപ്പോഴാണ്? അതേ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. നിസ്കാരത്തിന് മുമ്പരാ പള്ളിക്കകത്തേക്ക് മയ്യത്തിനെ എടുത്തു വെക്കുമ്പോ ആ റൂഹ് തന്റെ കുടുംബക്കാരായ തന്റെ ബന്ധുക്കളായ തന്റെ ശരീരം ചുമന്നു കൊണ്ടുവരുന്നവരെ നോക്കിയിട്ട് പറയുന്നു, ലാ തഉറന്നകുമു ദുനിയാ കമാ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. കമാ വറത്തനി, എന്നെ ആ ദുനിയാവ് ചതിച്ചതുപോലെ എന്നെ ദുനിയാവ്
പോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക. ഓരോരുത്തരും ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടില്ലേ, പണത്തിന്റെ ചതിയിൽപ്പെട്ടില്ലേ, പെണ്ണിന്റെ ചതിയിൽപ്പെട്ടില്ലേ, ആഡംബരത്തിന്റെ കുരുക്കിൽപ്പെട്ടില്ലേ. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഹദുറാ, പച്ചപിടിച്ച കാണാൻ രസമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകല്ലേ. ഏഴാമറാം അയ്യപ്പന്റെ റൂഹ് പറയുന്നതാണ്, അയ്യപ്പ ചുമന്നുകൊണ്ട് വരുന്നവരെ, നിസ്കാരം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ, അടക്കി കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഉസ്താദുമാരുടെ വാല് കേട്ട് ഞാനും തീരുമാനിച്ചതാണ് നിസ്കാരം തുടങ്ങണമെന്ന്, തലമറക്കണമെന്ന്, നോമ്പ് പിടിക്കണമെന്ന്, സ്വലാത്ത് ചൊല്ലണമെന്ന്, പള്ളിയുമായി ബന്ധപ്പെടണമെന്ന്. പക്ഷേ എന്നെ ഇബ്ലീസ് നശിപ്പിച്ചു കളഞ്ഞു, എന്നെ ദുനിയാവ് കുരുക്കി കളഞ്ഞു. അതുകൊണ്ട് വേണ്ട, എന്നെ നശിപ്പിച്ചതുപോലെ എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്റെ ജീവിതം തീർന്നു, നിങ്ങൾക്കിന് ജീവിതം ബാക്കിയാണ്. ബാക്കിയുള്ള ജീവിതം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കതില്ലല്ലോ, എന്റെ റൂഹ് പിരിഞ്ഞല്ലോ. അതുകൊണ്ട് ഈ വിളിയാണ് ആറാമത് ഏഴാമതായിട്ട് ആ റൂഹ് അയ്യപ്പ ചുമന്നുകൊണ്ട് പോകുന്നവരോട് വിളിച്ചു പറയുന്നതെങ്കില് നമ്മളാരും അത് അറിയുന്നില്ല, നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും പറയുന്നു, വലാ ഈ കാലഘട്ടം നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. ഇതിനൊരുപാട് ഭംഗിയാണ്, ഒരുപാട് രൂപാന്തരം മാറിയിട്ട് മാറി മാറി വന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ വഞ്ചിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളതിൽ പെട്ടുപോകല്ലേ. എന്റെ മയ്യത്ത് കണ്ടോ, എന്റെ കുളിപ്പിക്കൽ കണ്ടോ, എന്റെ ഖബറടക്കം കണ്ടോ, ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം സിദ്ധിക്കുക, നിങ്ങൾ നല്ലവരാകുക. എന്റെ മയ്യത്ത് കണ്ടതുകൊണ്ട് നിങ്ങൾ നന്നാവുക എന്ന് ആ റൂഹ് വിളിച്ചു പറയുമ്പോ എത്രയോ മയ്യത്തുകൾ അടക്കം ചെയ്തവരാണ് നമ്മള്, എത്രയോ മയ്യത്തുകളുടെ നെഞ്ചിന് മീതെ മണ്ണിട്ടവരാണ് നമ്മള്, എത്രയോ മയ്യപ്പ് നിസ്കാരം നടത്തിയവരാണ് നമ്മള്. എന്നിട്ടതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ എന്തേ നമ്മുടെ മനസ്സ് വല്ലാതെ മുരടിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏറ്റവും നല്ല വായലാരാണ്, ഏറ്റവും നല്ല പ്രഭാഷകനാരാണ്, ഏറ്റവും നല്ലതുപോലെ ദുനിയാവിൽ ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കഴിവുള്ളത് ആർക്കാന്നറിയോ? അത് മരണത്തിന് മാത്രമാണ്, അത് മരണത്തിന് മാത്രമാണ്. മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈമാനില്ലാത്ത നിമിഷം കിട്ടില്ല. മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരത്തിന് വല്ലാത്ത രസമാണ്. മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ ഓതി കൊതി തീരൂല. പക്ഷേ നമ്മളാരും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഉസ്താദേ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനം അറിയൂല, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാവില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ട്യൂമർ വരില്ല, എനിക്ക് അപകടം വരില്ല. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരെ, ഇതിനേക്കാൾ ആർത്തിയോട്, ഇതിനേക്കാൾ ആഗ്രഹത്തോട്, ഇതിനേക്കാൾ ആശയോട് ഇവിടെ ഭരണിക്കാവിൽ ജീവിച്ചിരുന്ന നൂറുകണക്കാട് മനുഷ്യരെ ഞാനും നിങ്ങളും കൊണ്ടുപോയിട്ട് പച്ചമണ്ണിലേക്ക് കുടിച്ചു മൂടിയില്ലേ? മുകളിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, അരികിൽ മണ്ണാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കിടന്നിട്ടുണ്ടോ? പട്ടുമെത്തയിൽ മാത്രം കിടന്നാ പോരല്ലോ, പച്ചപ്പറയിൽ കിടന്നിട്ടുണ്ടോ? പായ വിരിച്ച മാർബിൾ കിടക്കുന്നതല്ല, ഗ്രാനൈറ്റിൽ കിടക്കുന്നതല്ല, ഓടിട്ടിച്ച മുറ്റത്ത് കിടക്കുന്നതല്ല, പച്ച മണ്ണിൽ കിടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാ പെണ്ണേ, നെറ്റിന്റെ ചുരിദാറിട്ടുകൊണ്ട് അന്യപുരുഷന്മാര് ശ്രദ്ധിക്കുന്ന ജനിച്ചരിൽ പോയി മൊബൈലും ചെവിയിൽ വെച്ച് ചുണ്ട് ചുമപ്പിച്ച് കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഹിളകളെ, നിങ്ങൾ മോശക്കാരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ പെണ്ണല്ലേ, പെണ്ണിന്റെ പിന്നാലെ പിശാചെപ്പോഴുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മോളെ, ഇത് ദുനിയാവിന്റെ ചതിയാണ്, പിശാചിന്റെ വലയാണ്. അതിൽ കുരുങ്ങിപ്പോയാൽ അവസാനം നമ്മുടെ റൂഹിന്റെതുപോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നിങ്ങൾ കൊടുങ്ങല്ലേ. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? ലാ തത്തഖിദു ദുനിയാ റബ്ബാ വതത്തഖിദുകും അബീദാ. നിങ്ങൾ ഒരിക്കലും
നിങ്ങൾ ഒരിക്കലും ദുനിയാവിനെ റബ്ബായിട്ട് സ്വീകരിക്കല്ലേ. വതത്തഖിദുക്കും അബീദാ, എന്നാൽ ആ ദുനിയാവ് നിങ്ങളുടെ അടിമയാക്കി മാറ്റുമെന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായി ഞാനും നിങ്ങളും മാറുക. അല്ലാഹുവിനോട് 100 കാര്യം ചോദിക്കുമ്പോ 80 കാര്യം ആഖിറത്തിന് വേണ്ടി ചോദിച്ചിട്ട് 20 കാര്യം ദുനിയാവിന് വേണ്ടി ചോദിക്കണം സഹോദരിമാരെ. അല്ലാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി, എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാം വീടിന് വേണ്ടി, എല്ലാം ദുനിയാവിന് വേണ്ടി, എല്ലാ പണത്തിന് വേണ്ടി മാത്രം പടച്ചറപ്പിനോട് കൈനീട്ടി ഇരുന്നാ പോരാ. ആഖിറത്ത് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞോ. അങ്ങനെയുള്ളവർക്കിട അവര് മരണപ്പെടുമ്പോഴാണ് മാലാഖമാരിറങ്ങി വരുന്നത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കാണ് പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആഖിറത്തേക്കാൾ ദുനിയാവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ റഹ്മാനായ പടച്ചറമ്പുര നിങ്ങൾക്ക് 4 ബുദ്ധിമുട്ട് തരുന്നതാണ്. മന്ന സുബ്ഹവ ദുനിയാ അക്ബറ ഹംദിഹി അൽസമല്ലാഹു തആല അലാ ഖൽബിഹി 4 ഖിസാൽ. ആഖിറത്തേക്കാൾ ദുനിയാവിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവർക്ക് പടച്ചതമ്പുരാൻ 4 കാര്യങ്ങൾ തരുന്നതാണ്. ഒന്നാമത്തത് ഹമ്മല്ലാ യംഗത്യു അൻഹു അബദാ, ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു അവന് കൊടുക്കുന്നതാണ്. ആഖിറത്തേക്കാൾ ദുനിയാവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു നമുക്ക് തരും. പണത്തിന്റെ പിന്നാലെ ഓടുന്നവന് ദുഃഖിക്കാനല്ലേ നേരമുള്ളൂ, സന്തോഷിക്കാൻ സമയമുണ്ടോ? തിരുവനന്തപുരത്ത് ഒരു കടയിൽ ഉസ്താദേ ആ കടയ്ക്കകത്തിരുന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഇന്ന് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഉസ്താദിനെ കൊണ്ടാണ് എല്ലാം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. സിനിമാ നടന്മാരെ കൊണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ, ഇപ്പൊ അതൊക്കെ മാറി. ഉസ്താദുമാരൊക്കെ വേണമെന്നുള്ള ചിന്തയൊക്കെ ആയി. കള്ളന്മാരൊക്കെ കയറി എല്ലായിടത്തും പോയപ്പോൾ പള്ളിയിലെ മൊയിലാരെ വിളിക്കാത്തതുകൊണ്ടാണ് ആരാ പറഞ്ഞു, അന്ന് പോലും മൊയിലാക്കന്മാരെയൊക്കെ വിളിച്ചോടെ. ഒരു സ്ഥലത്ത് ആന ഉദ്ഘാടനം, മൊയിലാരെ ആന ഉദ്ഘാടനം, ഒരാളൊരു ആന വാങ്ങി. ഉസ്താദിനോട് പറയാം, ഉസ്താദെ നിങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യും. അത് പറഞ്ഞ് ഞാൻ താഴെ ഇന്ന് ആനയുടെ മുമ്പ് ഇന്ന് ഫാത്തിഹ ഓതാം. അത് പറ്റൂല, ആനയുടെ മണ്ടേ കയറി അത് നമുക്ക് പണി തരാനുള്ള ഫാത്തിഹയല്ലേ. അത് താഴെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഒക്കെ നിങ്ങൾ ഉദ്ഘാടനം ആയിട്ട് സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സൗകര്യമില്ല. ഉസ്താദെ എന്നെ മണ്ടേ കയറി എന്നൊരു ഫാത്തിഹ ഓതുമ്പോൾ വറക്കത്തില്ല. സംഭവം വറക്കത്താണ്, പക്ഷെ ആനയ്ക്ക് അറിഞ്ഞൂടല്ലോ ഞാൻ മുസ്ലിയാർ വറക്കത്തുള്ള വലിയ മുസ്ലിയാരാണെന്ന് ആനയ്ക്കറിയില്ല. അതുകൊണ്ട് ഞാൻ താഴെ നോക്കി. ഇപ്പൊ നമ്മളെ ഒരു പ്രിയപ്പെട്ട ഉസ്താദിനെ ലോറി ഉദ്ഘാടനത്തിന് ഒരാളൊന്ന് വിളിച്ചതാ. പള്ളിയുടെ മുമ്പ് ലോറി കൊണ്ടിട്ട് ഉസ്താദെ ഷോറൂമിൽ നിന്ന് എടുത്ത് നേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് എന്റെ ഓട്ടം തുടങ്ങുന്നത്, നിങ്ങൾ തന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്യും. ഉസ്താദ് പറഞ്ഞു ശരി. ആ താക്കോലൊക്കെ കയ്യിൽ വെച്ചിട്ട് ബിസ്മില്ലാഹ് അയാൾ പറഞ്ഞു അത് പറ്റും. താക്കോലുള്ള ഊതിൽ മാത്രം പോരാ, നിങ്ങൾ കയറി ഇരുന്ന് ഒരു 2 കിലോമീറ്റർ ഓട്ടി. ഉസ്താദ് പറഞ്ഞു അല്ലാഹുവേ എടാ എനിക്ക് വണ്ടി ഓട്ടിക്കാനൊക്കെ അറിയാം, എന്നാലും ലോറി ഒന്ന് ഞാൻ എങ്ങനെ. ഉസ്താദ് ശകലം 1 കിലോമീറ്റർ കൊണ്ട് എന്റെ ആഗ്രഹം കൊണ്ടല്ലോ. വേണ്ടടാ അത് ശരിയാകും സാറേ, എത്ര ദൂരത്തുനിന്ന് ഞാൻ എന്ത് ആഗ്രഹത്തോടുകൂടി വന്നതാന്ന്. നിങ്ങൾ തന്നെ ഇത് 1 കിലോമീറ്റർ ഓടിക്കണം പ്ലീസ് ഉസ്താദ്. നിങ്ങൾ ഫാത്തിഹ ഓതിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഓടിച്ചാൽ. അപ്പൊ അങ്ങനെ കയറി ഇരുന്ന് താക്കോല് കൊടുത്തു. ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതിയിട്ട് താക്കോലേറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ 3 മതിൽ മൊത്തം അങ്ങ് പോയി. 1 പള്ളിയിലത്, 2 അപ്പുറത്തെ ഖദീജാത്ത വെറുതെ ഇവിടെ പള്ളിക്കാർ ഉസ്താദ് ആയതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കും. ഖദീജാത്ത എന്ത് ചെയ്യും? അവസാനം ഉസ്താദല്ലേ പിടിച്ചു നിൽക്കണ്ടേ. ഇയാള് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഇങ്ങനെ ഓട്ടിക്കാനല്ല പറഞ്ഞത്. എടാ ഞാൻ അന്നേരം പറഞ്ഞത് എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ല. ഇപ്പൊ എന്ത് പറ്റിപ്പോയി? എടാ കുഴപ്പമൊന്നുമില്ല, ഈ വണ്ടി കൊണ്ട് നീ പോകുമ്പോ ദുനിയാവിൽ വെച്ച് നിന്റെ ജീവിതത്തിൽ ഇടിക്കാനുള്ള 3 മതിലുണ്ടായിരുന്നു. അത് അള്ളാഹു ഇപ്പൊ എന്റെ കൈ കൊണ്ട് ഇടിച്ചു തന്നാണ്. ഇനി ഒരിക്കലും ഇടിക്കില്ല, ധൈര്യമായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതങ്ങ് കെട്ടിക്കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, ചില ആൾക്കാർക്ക് അങ്ങനെയാണ് എല്ലാം അങ്ങനെ ഉൾക്കാർ. അങ്ങനെ ഒരു കടയിൽ ഉദ്ഘാടനത്തിന്റെ അവിടെ കടയിൽ കച്ചവടം കുറവാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അട്ടക്കുളങ്ങരയില ആ കടക്കകത്ത് ചെന്നപ്പോ ആ കടയിലെ മക്കളാണ് കട നടത്ത ഉമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പോകും. വലിയൊരു ടെക്സ്റ്റൈൽസാ, നമ്മളൊക്കെ വലിയ വലിയ കല്യാണത്തിനൊക്കെ പോയി തുണിയെടുക്കാൻ പോണവരാ. 37 ലക്ഷം രൂപയാണ് കടം. എത്ര? 37 ലക്ഷം. വലിയ കടയാണ്. വാഹനം 2 മക്കളാണ് കടയിൽ ഇരിക്കാൻ വരെ. 2 മക്കൾക്ക് ഓരോ സ്വിഫ്റ്റ് വാഹനമാണ്.
ഉമ്മാക്ക് പിന്നെ സ്കൂട്ടർ 37 ലക്ഷം. വാടക എത്രയെന്നറിയുമോ? അതിന്റെ വാടക 75,000 രൂപയാണ്. 10 ദിവസം കൂടുമ്പോൾ 75,000 രൂപ കൊടുക്കണം. 10 ദിവസം കൂടുമ്പോൾ 75, 10 ദിവസം കൂടുമ്പോൾ 75, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. വലിയ തുണിക്കടയാണ്. അവര് പറയുന്നു വീട് വാടകയ്ക്കാണ്, കട വാടകയ്ക്കാണ്. 37 ലക്ഷം രൂപ നിലവിൽ കടമുണ്ട്. ഒരു രാത്രി അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചു, ഒരൊറ്റ രാത്രി. നിങ്ങൾക്ക് ഇതുപോലെ അച്ചാരെടുത്ത് വാള മാറ്റുകൊണ്ടിരാൻ പറഞ്ഞു, വേള മാറ്റുകൊണ്ടിരാൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല, വാളയായിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിണങ്ങി കിടക്കുന്നു. ആലോചിച്ച് നോക്കി, എന്തൊക്കെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിനോട് വഴക്കിട്ടുകൊണ്ട് പിണങ്ങി കിടക്കുന്നില്ല. 37 ലക്ഷം രൂപയുടെ കടം തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ട് കഴിയുന്ന സഹോദരന് ഒരു സെക്കൻഡ് സമാധാനമുണ്ടോ? ഹമ്മല്ലാ യൻഖതിഉ അൻഹു അബദാ, ഒരിക്കലും തീരാത്ത ദുഃഖം ഞാൻ അവന് കൊടുക്കുന്നതാണ്. ഒരിക്കലും തീരൂല ആ ദുഃഖം. ദുനിയാവിനോടുള്ള പ്രേമം വിട്ടേ തീരൂ, അല്ലെങ്കിൽ തീരൂല. എന്റെ പ്രിയപ്പെട്ട, എന്തിനാ നമ്മൾ ആലോചിക്കുക? ഭാര്യമാര് എപ്പോഴും നമ്മളോട് പറയുന്നതാണല്ലോ, ഭാര്യമാര് പറയലോ വീട് വെക്കണം, നീ എന്ന് ചാടി കൊടുക്കണ്ടേ, അപ്പൊ അതൊക്കെ സമയമാവട്ടെ. അവസാനം ഗീതി കെട്ടിട്ട് ഇയാൾ എന്ത് തീരുമാനിച്ചു? ആകെയുള്ള ഒരു 20 സെന്റോ 15 സെന്റോ കൊണ്ടുപോയി സൊസൈറ്റിയിൽ ലോൺ വെക്കാൻ തീരുമാനിച്ചു. ലോൺ വെക്കും, 10 ലക്ഷം രൂപ കിട്ടി. മെമ്പറുമായിട്ടൊക്കെ നല്ല കമ്പനിയാണെങ്കിൽ കൈക്കൂലിയൊക്കെ കൊടുക്കാൻ അറിയുമെങ്കിൽ ചിലപ്പോൾ 5 ലക്ഷം 10 ലക്ഷം ആവും. കിട്ടി, വീട് വെച്ചു. വാർത്ത് കഴിയുന്നത് വരെ ആയി 10 ലക്ഷം രൂപ. ഇപ്പോഴത്തെ മണലും ചല്ലിയും കമ്പിയും ഒക്കെ ആലോചിച്ച് നോക്കിയ, സിമെന്റും ഒക്കെ. അങ്ങനെ വാർത്ത് കഴിയുമ്പോ ഈ 50 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കഴിഞ്ഞു. പള്ളി വെക്കാനാണെങ്കിൽ നമുക്കിപ്പോ വാർത്തിട്ടിട്ട് മാഷാവാക്കെ വിളിച്ചിട്ട് ഒരു മതപ്രസംഗം വെക്കാൻ തീരുമാനിക്കും. കമ്മിറ്റിക്കാരിപ്പോ അങ്ങനെ വാത് വെക്കാൻ തുടങ്ങി. ഹലോ ഉസ്താദ് തന്നെ, ഉസ്താദ് വാക്കെ ഉസ്താദല്ലേ, കാസറ്റൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ ഒരു 50 ലോഡ് സിമന്റ് ഇറക്കണമായിരുന്നു. ഉസ്താദ് വരോ? എന്താ യൂണിയൻകാരനാണ്. നമുക്ക് മദ്രസ എവിടെ ബാത്റൂം പൊളിഞ്ഞു കിടക്കണം. ഉസ്താദ് എത്തി വന്നിരുന്നെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കായിരുന്നു. ബാത്റൂമിലെ ക്ലോസറ്റ് വെക്കാനല്ല എന്റെ ജോലി. വിളിക്കണം എന്തിനാന്നറിയോ? സംഭവം ഇതാ, പിരിച്ചു കൊടുക്കാനാ സംഭവം. അത് അവസാനേ പറയുള്ളൂ. ആദ്യം ഇത് മേശിരിമാരെ വിളിക്കണ ഇപ്പൊ വാതിൽ. ഏതായാലും അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിക്ക് ഒരു കടം വന്നാൽ എന്റെ പാവപ്പെട്ട സഹോദരിമാരോട് കൈനീട്ടിയാൽ എന്തായാലും അവർ തരും. ആണുങ്ങളായ നിങ്ങളും തരും. പള്ളിയുടെ എന്താവശ്യം എവിടെ പറഞ്ഞിട്ടുണ്ടോ, പള്ളിക്ക് വേണ്ടിയാണെങ്കിൽ മനസ്സുരുകി ഉള്ളവരും ഇല്ലാത്തവരൊക്കെ എന്ന് പറഞ്ഞ് വീട് വെക്കുമ്പോൾ നമുക്ക് വാത് വയ്ക്കാൻ പറ്റും. വീട് വാലി വാച്ചും മതപ്രഭാഷണ പരമ്പരയും മിമിസ് പരേഡും അത് പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കടം വന്നുപോയാൽ തീർന്നു. അപ്പൊ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ കടം തലയിൽ വെച്ചുകൊണ്ട് ആ വീട്ടിന്റെ അകത്ത് എങ്ങനെ സമാധാനമായിട്ട് കഴിയുമെന്റെ പ്രിയപ്പെട്ടവരെ? കടം വീടാനുള്ള പ്ലാൻ നീ കണ്ടെത്തിയില്ലാരെങ്കിൽ സമാധാനം നിനക്ക് ലഭിക്കുകയില്ല. പലിശയിലേക്ക് ബന്ധപ്പെട്ടു പോയാൽ അതിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും. അവസാനം ഭാര്യയുടെ സ്വർണമെല്ലാം പണയത്തിൽ കൊണ്ടുവച്ചു. മക്കൾക്ക് കിട്ടിയത് മുഴുവനും പണയം വെച്ചു. അവസാനം ഭാര്യമാർക്ക് ടെൻഷനില്ല. പുതിയ വീടായി, സ്വർണം കുറച്ചു കഴിയുമ്പോ മച്ചകെടുത്തു തരും, എന്നാലും കുഴപ്പമില്ല. അതേ ഗോൾഡ് മുക്കിയ 200 രൂപയുടെ മാലയുണ്ടല്ലോ, അതുകൊണ്ട് ആ മാല കൊണ്ട് പൊരുത്തപ്പെടാമെന്ന് പറഞ്ഞ് 2 നില കൊട്ടാരത്തിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് മാതൃഭൂമിയും മനോരമയും പത്രം കാല് നീട്ടിയിരുന്ന് വായിക്കുന്ന പെണ്ണേ, സമാധാനം നിനക്കുണ്ടാകും. പക്ഷേ നിന്റെ ഭർത്താവിന് സമാധാനമില്ല. അടുത്ത ആഴ്ച അവിടെ 10,000, അതിന്റെ അടുത്ത ആഴ്ച ഇവിടെ 50,000, അടുത്ത മാസം അവിടെ 1 ലക്ഷം, ഞാൻ എവിടെ പോകുമെന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് വരക്കം പായുമ്പോ ഹമ്മല്ലാ യൻഖതിഉ അൻഹു അബദാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വീടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ ആ മഹദിയുടെ പേര് പറഞ്ഞ ചരിത്രം പറയുന്ന മജ്ലിസിന്റെ പോരിശ കൊണ്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വലിപ്പം എത്രയാ? ആ വീട് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കിയത്? ചരിത്രം ഒരുപാട് വിശാലമാണ്. നാളെ തട്ടത്തുമല മുസ്ലിം ജമാഅത്തിൽ ഞാൻ വാല് പറയുന്നത് മഹദി ഫാത്തിമ മഹിളകൾക്കൊരു മാതൃക എന്ന വിഷയമാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വീടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു അലി റളിയല്ലാഹു അൻഹു. ചെന്ന് ചോദിക്കു, ഫാത്തിമ, സമ്പന്നരാണ് എത്ര സഹാബികളാണ്
നിന്നെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത്. അവർക്കൊന്നും കൊടുക്കാറ് അല്ലാഹു നിന്നെ എനിക്ക് തന്നല്ലോ. അന്ന് മുതൽ നീ പട്ടിണിയാണല്ലോ, നിനക്ക് കിടക്കാടമില്ലല്ലോ. അതുകൊണ്ട് ഫാത്തിമ, നിന്റെ ഹബീബിനോട് പോയി പറഞ്ഞാൽ ഒരു സഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ, അതിൽ നിന്ന് ഒരു വീട് നിനക്ക് തരാൻ പറഞ്ഞ തരുമല്ലോ ഫാത്തിമ എന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സോടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല നബിയേ, എന്റെ മനസ്സനുവദിച്ചിട്ട് വന്നതല്ല, എന്റെ ഭർത്താവ് നിർബന്ധിച്ചത് കൊണ്ട് വന്നതാണ്. ഒന്ന് ചോദിക്കുമോ നബിയേ, ഒരു വീട് എനിക്ക് വേണമെന്നൊന്ന് ചോദിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നിനക്ക് വീട് തരാൻ ആഗ്രഹമുള്ളവരാണ് ഞാൻ, നിന്റെ കഷ്ടപ്പാട് മാറണമെന്ന് കൊതിയുള്ളവരാണ് ഞാൻ. പക്ഷേ ഫാത്തിമ, വേറൊരാളുടെ മുന്നിൽ പോയി ചോദിക്കാൻ ലജ്ജ എന്നെ അനുവദിക്കുന്നില്ല എന്ന് മദീനയുടെ മണലാരണ്യത്തിന്റെ മണവാളന്റെ മാധുര്യവും മുഴുവനും സ്വീകരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന പുണ്യവാൻ നബി മുഹമ്മദ് മുസ്തഫ, കല്ലുകൾ പോലും മലകൾ പോലും ആ നബി തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞില്ലേ, നബിയെ നിങ്ങൾ സ്വർണമാകട്ടെയോ നബിയെ, അങ്ങയുടെ ബുദ്ധിമുട്ട് മാറാൻ, അങ്ങയുടെ കഷ്ടപ്പാട് മാറാൻ ഞങ്ങളെല്ലാ സ്വർണ്ണക്കട്ടികളായി മാറട്ടെയോ എന്ന് പർവ്വതങ്ങൾ വരെ നബി തങ്ങളോട് ചോദിച്ചില്ലേ? നബിയെ നിങ്ങൾ സ്വർണമാകട്ടെ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നാ, അല്ലാഹുമ്മ അഹീനി മിസ്കീനാ, എന്നെ ഒരു മിസ്കീനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്. നോക്കണേ എന്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും പണമുണ്ടാക്കണ്ട എന്നല്ല, വീട് വെക്കണ്ട എന്നല്ല, പക്ഷേ വീടിന് വേണ്ടി പ്രേമം വെച്ചുകൊണ്ട് 10, 30, 40 ലക്ഷം രൂപയുടെ കടത്തിലേക്ക് ചെന്ന് വീണാൽ അത് വീടാനുള്ള വഴി കാണണേ. പണക്കാര് പല കോമാളിത്തരങ്ങളും നാട്ടിൽ കാണിക്കും, പക്ഷേ അത് കണ്ടിട്ട് തുള്ളാതിക്കല്ലേ പെണ്ണേ. നമ്മുടെ ഭാര്യമാർക്കൊരു കുഴപ്പമുണ്ട്, എന്തെന്നറിയോ? എല്ലാം കൂടിയത് മാത്രമേ നോക്കുകയുള്ളൂ, എല്ലാം കൂടിയതേ നോക്കൂ. തുണിക്കടയിൽ ചെന്നാൽ ഏറ്റവും കൂടിയതേ ഒരു തുണി എടുക്കുള്ളൂ. അതുകൊണ്ട് അവരെ കൊണ്ടുപോകാതെ നമ്മൾ തന്നെ എടുത്തോണ്ട് കൊടുക്കലാ നല്ലത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് നല്ല ഒരു സാരി വാങ്ങി അല്ലെങ്കിൽ ഒരു പർദ്ദ വാങ്ങി ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തേ, ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭാര്യയും കൊണ്ടുപോയാലോ നിങ്ങൾ വാച്ചോണ്ട് കൊടുത്തതിന്റെ 100 ഇരട്ടി ഭംഗിയുള്ളത് കണ്ടാലും ഇത് കൊള്ളൂല, അതെനിക്ക് മച്ചാ, ഇത് കൊള്ളൂല, അതെനിക്ക് മച്ചാ എന്ന് പറഞ്ഞാൽ എല്ലാം വാരിപ്പൊരുത്തിട്ട് അവസാനം കടയിൽ നിൽക്കുന്നവർ പറയോ, ഇന്ന് നേരം വെളുക്കും മിക്കവാറും. ഈ പണക്കാര് കാണുന്ന കണ്ടിട്ട് നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവർ, പണമുള്ളവർ എന്ത് കോലവും ദുനിയാവിൽ കാണിക്കും. ഒരു കല്യാണത്തിന് വേണ്ടി പോയി, സുബ്ഹാനല്ലാഹ്, അങ്ങനെ അപൂർവമാണ് കല്യാണത്തിന് പോകൽ. നിർബന്ധിച്ചത് കൊണ്ട് ഒന്ന് പോകാമെന്ന് കരുതി ഹജ്ജിനൊക്കെ വന്ന ഒരു സഹോദരൻ. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, എന്തായാലും വരണം, ഇളാപ്പാട മോളോ കൊച്ചാപ്പാട മോനോ ആരൊക്കെയാ. അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി രേവതി ഓഡിറ്റോറിയത്തിൽ ചെന്നു. ഓഡിറ്റോറിയത്തിന്റെ അകത്തൊരു ആർച്ച് സ്പെഷ്യലായിട്ട് ഈ കുടുംബക്കാരുടെ പൈസ വാങ്ങിച്ച് ചെയ്തിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ നടത്തുന്ന കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ വലിയ കൂടിയ ആൾക്കാരാകുമ്പോൾ ഒരുപാട് ജനം വരും, അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഓഡിറ്റോറിയം വേണ്ടി വരും. പക്ഷെ അവിടെ എന്താ സംഭവം? ആ ഓഡിറ്റോറിയത്തിന്റെ ആർച്ചിന്റെ ഫ്രണ്ടിൽ ഒരു 20, 26, 27 വയസ്സ് വരുന്ന 2 മതയാനകളെ പെയിന്റ് അടിച്ച് നിർത്തി. മതയാന എന്ന് പറഞ്ഞാൽ ആരാ? 2 സഹോദരിമാര് വെളുവെളാന്ന് പറഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ച് വെള്ള സാരിയിൽ ചുവന്ന ബാർഡർ അതൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ആ ചിലപ്പോ ബിൽക്ക മുസ്ലിയാരെ ഞാൻ പറഞ്ഞു, ബിൽക്ക മുസ്ലിയാരല്ല, നൗഷാദ് മുസ്ലിയാർ. അങ്ങനെ ബിൽക്ക മുസ്ലിയാരെ സ്വീകരിക്കാൻ വേണ്ടി 2 പേരെ അവിടെ അപ്പുറം നിർത്തിയിരിക്കുകയാണ്, ബിൽക്ക മുസ്ലിയാർ. എന്നിട്ടോ ഉസ്താദൊക്കെ എത്ര മനോഹരമായിട്ട് പറഞ്ഞതാ, ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്, കൈ കഴുകുവാൻ പോകേണ്ടരാ താഴോട്ട്. അല്ലാഹു മഹാനുഭാവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പോയിട്ടുണ്ടോ? അടുത്ത ഖബർ പോയിട്ടുണ്ടോ? സിയാറത്തിന് നേരമുണ്ടോ? 1-2 പേരെങ്കിലും തലകുലുക്കി അല്ലാഹു അവർക്ക് ഹിദായത്ത് ഉറപ്പിച്ചു കൊടുക്കട്ടെ.
നല്ല സ്ഥലമാണ്. നമ്മളിങ്ങനെ എത്രയോ മക്ബറകൾ പോകുന്നുണ്ട്, എത്രയോ മക്കാമുകൾ പോകുന്നുണ്ട്. തഴവ ഉസ്താദിന്റെ മക്കാമിൽ ചെന്നിട്ട് അൽ ഫാത്തിഹ, അവിടെ പോയി ഒരു ഫാത്തിഹ ഓതി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തിട്ട് ഇറങ്ങി വന്ന് മനസ്സിനൊരു സമാധാനമാണ്. അത് ആരാ അവിടെ കിടക്കണ? ഇൽമിന്റെ നിറകുടവാണ്. അസറായിൽ വരുന്ന സമയത്ത് വരെയും കിതാബ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന മഹാനാണ്. ആലോചിക്കണം, വലിയ മഹാനാണ്, ഒരിക്കലും മോശമല്ല. അള്ളാഹു ആ മഹാന്റെ മദ്ഹ് പേര് പറഞ്ഞതിന്റെ പൊരിച്ചുകൊണ്ടെന്നത് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരൊന്നും മോശക്കാരല്ല പ്രിയപ്പെട്ടവരെ. അവരൊക്കെ പഠിച്ച ഇൽമിന്റെ കടലാസിന്റെ ഒരു വരി 100 കൊല്ലം ബാക്കി ജീവിച്ചിരുന്നാലും പഠിക്കാൻ പറ്റില്ല. അവരൊക്കെ വലിയ മഹാനുഭാവന്മാരാണ്. ദുനിയായ ഇൽമു വരെ അള്ളാഹു കൊടുത്തിട്ടുള്ള മഹാനുഭാവനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഗുരുത്വവും പൊരുത്തവും പാവപ്പെട്ട ഒന്നിനും കൊള്ളാത്ത നമുക്ക് തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മെ അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അവരുടെയൊക്കെ നഷ്ടം ഒരു വല്ലാത്ത നഷ്ടം തന്നെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പണക്കാർ പല കോലങ്ങളും കാണിക്കും. 3 കോടി രൂപയുടെ കല്യാണം പെരുമ്പാവൂരിൽ ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ മുസ്ലിം സഹോദരൻ നടത്തിയതാ. 3 കോടി രൂപ ഭക്ഷണത്തിന് മാത്രം. തലേ ദിവസം എൻ ജി ശ്രീകുമാറിന്റെ ഗാനമേള, കല്യാണത്തിന്റെ എരഞ്ഞോളി മൂസാര ഗാനമേള. ഒരു മാമ പറഞ്ഞത് എരഞ്ഞോളി മൂസായെ കുറിച്ച് ഒരുപാടൊന്നും പറയണ്ട, ആൾ ഉണങ്ങിയിരുന്നാലും ഉള്ളത് കാതലാണ്. ആരാ നമ്മൾ ഓർത്തു നോക്കി? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ കൂലിവേല കഴിഞ്ഞു മടങ്ങി വരുന്ന ഭർത്താവിനോട് മോള നിക്കാഹിന്റെ കാര്യം പറഞ്ഞ് സങ്കടം പറയുന്ന ഉമ്മ, 50,000 രൂപ പോലും കടം വാങ്ങാൻ നിവർത്തിയില്ലാതിരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് ആഡംബരത്തിന്റെ കല്യാണം നടത്തിക്കാൻ 10 ലക്ഷം രൂപ മറിക്കാൻ നിർബന്ധിക്കുന്ന ഉമ്മ, അവസാനം ഇതെവിടെ കൊണ്ടുപോയി തീർക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, മോളെ കല്യാണം നടത്തിയിട്ട് വീട് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടത്തിൽ മുങ്ങിപ്പോറ എത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ കുടുംബമുണ്ട്. അള്ളാഹു നമ്മെ കടബാധ്യതയിൽ നിന്ന് പരിപൂർണമായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അതുകൊണ്ട് പണക്കാര് പലതും പറയും, പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ ചാടല്ലേ. ഭർത്താവിന്റെ വരുമാനം പറഞ്ഞ്, മക്കളുടെ വരുമാനം പറഞ്ഞ് മാത്രം ചിലവിന് നേതൃത്വം കൊടുക്കണം സഹോദരിമാരെ. അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. നിങ്ങൾ ഈ ദുനിയാവിന്റെ ചതിയിൽ പെടല്ലേ. ആഖിറത്തേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടു പോയ 4 ദൂഷ്യമാണ്. അതിലൊന്നെന്തെന്നറിയോ? ഹമ്മല്ലാ യൻഖതിഉ അൻഹു അബദാ. രണ്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വസുഹുലല്ലാ യതഫറഉ മിൻഹു അബദാ. ഒരിക്കലും തീരാത്ത ജോലിയാണ്. എന്നും ജോലിയായിരിക്കും. സുഖിക്കാനുള്ള യോഗമില്ല, സന്തോഷിക്കാനുള്ള സമയമില്ല. ജോലി ചെയ്യുക, പണമുണ്ടാക്കുക, ജോലി ചെയ്യുക, പണമുണ്ടാക്കുക. അങ്ങനെ രാപകലില്ലാതെ ജോലി ചെയ്ത് സുഖമറിയാറ്, സന്തോഷമറിയാറ്, സന്തോഷത്തിൽ ജീവിതത്തിന്റെ ഒരൽപ്പം നിമിഷം പോലും സന്തോഷിക്കാറ് പൊട്ടിക്കരന്നുകൊണ്ട് മരിക്കേണ്ടി വരും. ഇതാണ് രണ്ടാമത്തെ ദൂഷ്യം. മൂന്നാമത്തത് അമലല്ല യബ്ലഉ ഇനാഹു അബദാ. ഒരിക്കലും അവസാനിക്കാത്ത ആർത്തിയെ അല്ലാഹു നിനക്ക് തരുന്നതാണ്. ഒരിക്കലും അവസാനിക്കാത്ത ആർത്തി അല്ലാഹു നിനക്ക് തരുന്നതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ആർത്തി ഉണ്ടാവുകയില്ല. സഹോദരിമാരിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ആഗ്രഹിക്കുന്നവരെന്തെന്നറിയോ? പെണ്ണെ നിന്നെ പടച്ചതുപോലും സ്വർഗത്തിലാണ്, പെണ്ണെ നിന്നെ പടച്ചതുപോലും സ്വർഗത്തിലാണ്. ആന്നെ പടച്ചത് സ്വർഗത്തിലല്ല, പടച്ചിട്ട് സ്വർഗത്തിൽ കിടത്തിയതാണ്. ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സ്വർഗത്തിൽ വെച്ചല്ല പടച്ചത്, വെളിയിൽ വെച്ച് പടച്ചിട്ട് സ്വർഗത്തിനകത്തേക്ക് കടത്തി അവിടെ നിന്ന് സ്വർഗത്തിന്റെ പല വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് നല്ല ആഫിയത്തൊക്കെ ശരീരത്തിനുണ്ടായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ആദം നബി അള്ളാഹുവിന്റെ അടുത്ത് പറഞ്ഞു, ഒരു ലേഡി കൂടി ഉണ്ടെങ്കിൽ സെറ്റപ്പ് ആയിരുന്നു. ആദം നബിയുടെ ഭാഷയിൽ പറഞ്ഞു, ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞു, ഒരു പെണ്ണ് വേണം പടച്ചവനെ. വെറുതെ ഈ സ്വർഗത്തിൽ ഇത്രയും ചാപ്പാടുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു. അങ്ങനെ അള്ളാഹു സ്വർഗത്തിനകത്ത് ഹവ്വാ ബീവിയെ പടച്ചു കൊടുത്തു. അതോടുകൂടി പെണ്ണിന്റെ ശല്യം കാണാൻ രണ്ടും പുറത്തായി. പെണ്ണിനെ സ്വർഗത്തിലാണ് അള്ളാഹു പടച്ചത്. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. എന്തെന്നറിയോ? നല്ല ഏത് കടയുടെ മുമ്പിലേക്ക് വലിക്കാവോ, ഒന്ന് ചവിട്ട് വെക്കുക, നല്ല ചുരിദാർ, ഉടനെ ഭർത്താവ് പറ, നിന്നെ കുഴിച്ചാക്കാൻ 100 എണ്ണം വീട്ടിനകത്തില്ലേടി. എന്നാലും കുഴപ്പമില്ല വെച്ചാ വാങ്ങണ്ട, ഒന്ന് തൊട്ട് നോക്കിയിട്ട് നമുക്ക് പോവാം, പെട്ടെന്ന് പോവാം. വാങ്ങൊന്നും വേണ്ട, ഒന്ന് നോക്കിയിട്ട് അപ്പോഴേ നമുക്ക് പോവാം. സഹോദരിമാരെങ്ങനെയാണ്? ഭർത്താവ് മരിച്ചാലും കരയൂല, വാപ്പ മരിച്ചാലും കരയൂല. ആകെ കരയുന്നത് എപ്പോഴാ? കടുകിട്ട് വെക്കുന്ന ടിന്ന് പൊട്ടിപ്പോയാ, അല്ലോ എന്റെ ടിന്ന് പൊട്ടിയടേ.
കാരണം മഞ്ഞ ഇടുന്ന ടിന്ന്, കടുകിട്ട് വെക്കുന്ന ടിന്ന്, ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ വലിയ അലങ്കാരമായിട്ട് അതൊക്കെ പൊട്ടിപ്പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഭംഗിയുള്ള വസ്തുക്കൾ, ആഡംബരമുള്ള വസ്തുക്കൾ, ഇതിനോട് വലിയ താല്പര്യം. അത് എന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് ആർത്തിയുടെ നാൾ രൂപങ്ങളായി നമ്മൾ മാറാൻ പാടില്ല. അപ്പോ ആർത്തി വരും ഒരു വിശ്വാസിക്കൊരിക്കലും ആർത്തി ഉണ്ടാവുകയില്ല. അതിന് തെളിവെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അവിശ്വാസിയായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് വിശക്കുകയാണ്, വിശപ്പ് സഹിക്കുന്നില്ല നബിയെ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, നീ മുസ്ലിമാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് ഇവിടെ 7 ആടുകൾ ഇവിടെ നിപ്പുണ്ട്, ആ 7 ആടിന്റെ പാല് നിനക്ക് വേണ്ടി ഞാൻ തരാ, നീ അത് കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോ സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടവരാണ്. മറ്റു മതത്തിൽപ്പെട്ടവരെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടാവണം. ഈ ഭരണിക്കാവിന്റെ ഈ പരിസരത്തുള്ള എത്രയോ സഹോദരങ്ങൾ സഹോദരിമാര് ഹൈന്ദവ മതത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങളെ നശിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. നിങ്ങളുടെ ക്ഷേത്രം പൊളിക്കാൻ പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. നിങ്ങളെ ശബരിമലയിൽ ബോംബിടാൻ പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് ചെയ്യുന്ന ചതിയുണ്ടല്ലോ. ശബരിമല സീസൺ ആകുമ്പോ എന്തൊക്കെ ഭീഷണികളാണ് പത്രത്തിലൂടെ വരുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് ഒരു അയ്യപ്പ ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്തൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ശബരിമലയ്ക്ക് സീസൺ ആകുമ്പോ എന്തെല്ലാം ആക്രോശങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ട മോനെ. ഈമാനുള്ളവർ നിങ്ങൾ നശിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങളുടെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. പുൽമേടിൽ മരിച്ചു വീണ 100 കണക്കാർ അയ്യപ്പ ഭക്തന്മാരുടെ പത്രത്തിൽ വന്ന വാർത്ത കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ല ആരെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, അത് കണ്ട് കരഞ്ഞു പോരവരാണ്. കാരണം അവരും മനുഷ്യനാണല്ലോ. അള്ളാന്റെ ഹബീബ് ജൂതന്റെ മയ്യപ്പിനോട് പോലും ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച നബിയാണ്. ആ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ പാവപ്പെട്ടവൻ പറയുന്നു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, എനിക്ക് വിശക്കുകയാണ്, വല്ലതും തരണം. നബി തങ്ങൾ 7 ആടിന്റെ പാല് കറന്നിട്ട് ആ മനുഷ്യന് കൊടുത്തു. അത് കുടിച്ചിട്ട് അയാൾ പറഞ്ഞു, നബിയേ, എന്റെ വിശപ്പടങ്ങിയിട്ടില്ല, എന്റെ വിശപ്പ് തീർന്നിട്ടില്ല, എന്നാലും ഞാൻ തിരിച്ചു പോവാണ്, ഇനി ആട് ഇവിടെ ഇല്ലല്ലോ. ഇയാള് പിന്നീട് മുസ്ലിമായിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം വരികയാണ്. വന്നിട്ട് പറയുന്നു, നബിയേ, മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് നബിയെ, അന്ന് എനിക്കുണ്ടായിരുന്ന വിശപ്പിനേക്കാൾ ഒരുപാട് വിശപ്പ് എനിക്ക് ഇപ്പോഴുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ നിങ്ങൾ പാല് തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, വിഷമിക്കണ്ട, അന്ന് 7 ആടിനെ കറന്നു തരാനേ പറ്റിയോളെങ്കിൽ ഇന്ന് 70 ആടിന്റെ പാല് വേണമെങ്കിലും കറന്നു തരാനുള്ള സംവിധാനം സൗകര്യം എന്റെ സഹാബത്തിനുണ്ട്, അതുകൊണ്ട് സങ്കടപ്പെടണ്ടാന്ന് പറഞ്ഞ് ഓരോ ആടിനെ ഇതാ കറക്കാൻ തുടങ്ങി. 1ാമത്തെ ആടിനെ കറന്നുകൊണ്ട് പാല് കൊണ്ടുവന്ന സഹോദരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ പകുതി പാല് കുടിച്ചിട്ട് അയാള് പറയുന്നു, മതി നബിയേ, എന്റെ വിശപ്പ് തീർന്നു നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്ത് നിന്റെ വിശപ്പ് തീർന്നു പോയതെന്ത്? അന്ന് വന്നതിനേക്കാളും വിശപ്പോട് കൂടിയാണല്ലോ വന്നത്, എന്നിട്ടെന്ത് ഇപ്പൊ വിശക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുന്നു, നബിയേ, എന്തെന്ന് എനിക്കറിയില്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നീ ആ പാല് കുടിക്കുന്നതിന് മുമ്പ് നിന്റെ ചുണ്ടോട് ചേർത്ത് വെച്ചോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ബറക്കത്താണ്. അവിശ്വാസികൾക്കത് പറയാനുള്ള യോഗമില്ലല്ലോ. അവിശ്വാസികൾക്ക് അൽഹംദുലില്ലാഹ് പറയാനുള്ള യോഗമില്ലല്ലോ. അവിശ്വാസികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിന് അല്ലാഹു എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തില്ലേ?
അത് നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്താണ്. അത് പറയാൻ പോലും സമയമില്ല നമുക്ക്, അതൊന്നും ഉച്ചരിക്കാൻ പോലും നേരമില്ല നമുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട വേണ്ട, ആ വിസ്മയോടുകൂടി ജീവിച്ചത് കൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആർത്തി വരാത്തത്? എന്തുകൊണ്ടാണ്? വഫാത്തിന്റെ വേളയിൽ അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഫാത്തിമ, നീ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഭർത്താവായി വന്നത് കൊണ്ടാണെന്ന് നബി തങ്ങളോട് പരാതി പറയല്ലേ ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഉടുതുണിക്കും മറുതുണിയില്ലാതെ കിടന്നവളാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്ത് കൈയുടെ രക്തം പൊട്ടി ഒഴുക്കിയവളാണ് ഫാത്തിമ. ഇന്ന് വീട്ടിന്റെ അകത്തില്ലാത്ത ഉപകരണമുണ്ടോ സഹോദരിമാരെ? ഇന്ന് നീ പറയുന്നതല്ല, നിന്റെ കൺവട്ടത്ത് കൊണ്ടുതരുന്ന ഭർത്താക്കന്മാരല്ലേ. വാഷിംഗ് മെഷീൻ വേണോ, മിക്സി വേണോ, ഗ്രൈൻഡർ വേണോ, ഫ്രിഡ്ജ് വേണോ, കറണ്ടിൽ അടുപ്പ് വേണോ, എന്ത് വേണമെങ്കിലും നീ ഒന്ന് മൂളിയാ മതി, നിന്റെ മുമ്പിലേക്ക് നിന്റെ ഭർത്താവ് കൊണ്ടുതരൂലേ. എത്ര ദിവസമാ ലോകത്തിന്റെ നായകന്റെ പൊന്നുമോള് പട്ടിണി കിടന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ മഹരി കൊടുത്ത മറുപടി എന്തെന്നറിയോ? അലിയേ, ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചതുപോലെ, ജീവിതത്തിൽ ഞാൻ ആനന്ദിച്ചതുപോലെ ഒരു പെണ്ണും സന്തോഷിച്ചു കാണൂല അലിയേ. അത്രയ്ക്ക് സന്തോഷമാണ് എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് വെറുതെ അല്ല. എന്തുകൊണ്ടെന്നറിയോ? അവർക്ക് അത്രയ്ക്കുള്ള മനസ്സായിരുന്നു പ്രിയപ്പെട്ടവരെ. അവർ കുറഞ്ഞത് കൊണ്ട് ജീവിക്കാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു സഹോദരിമാര്. നമ്മളോ ഇന്ന് വരെ നീ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് നിന്റെ ഭർത്താവ് കൊണ്ടുതരാതിരുന്നിട്ടുണ്ടോ? എന്നിട്ടും എന്തേ നമുക്ക് സമാധാനമില്ല? എന്നിട്ടെന്തേ നമുക്ക് ആർത്തി കൂടുന്നു? എന്നിട്ടെന്തേ ആഡംബരത്തിന് വേണ്ടി വീണ്ടും നാവ് നീട്ടിയിട്ട് പരക്കം പായുന്ന മോളെ? അതുകൊണ്ടാണ് റൂഹ് വിളിച്ചു പറയുന്നത്, ലാ തഗുറന്നകുമുദ് ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. എന്നെ ചതിച്ചതാണ് ദുനിയാവ്. ചിരിച്ചു കാണിച്ചുകൊണ്ട്, കണ്ണടച്ച് കാണിച്ചുകൊണ്ട്, ആഡംബരത്തിന്റെ മേഖലകളുടെ കവാടങ്ങള് എനിക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ട് എന്നെ ചതിച്ച ദുനിയാവാണ്, എന്നെ നശിപ്പിച്ച പണമാണ്. അതുകൊണ്ട് നിങ്ങളതിൽ കുടുങ്ങല്ലേ. നിങ്ങൾക്ക് ജീവിതം ബാക്കിയാണ്. ആഖിറത്തേക്കാ ദുനിയാവിനെ പ്രിയം വെക്കുന്നവർക്ക് നാലാമത് അല്ലാഹു കൊടുക്കുന്നതെന്തെന്നറിയോ? വഫഖറല്ലാ യബ്ലഗു മുൻതഹാഹു അബദാ. ഒരിക്കലും അസ്തമിക്കാത്ത ദാരിദ്ര്യമാണ്, എന്നും ദാരിദ്ര്യമാണ് പ്രിയപ്പെട്ടവര്. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ് എന്നും അല്ലാഹു നിനക്ക് തരുന്നത്. വേണ്ട വേണ്ട, അത് നമുക്ക് വേണ്ട. നമുക്ക് ആഖിറത്തിന്റെ സന്തോഷം മതിയല്ലോ, ആഖിറത്തിന്റെ സംതൃപ്തി മതിയല്ലോ. ദുനിയാവിൽ ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അതുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഖിറത്തെ നമ്മൾ പ്രേമിക്കണം പ്രിയപ്പെട്ടവര്. ഇത് വെറുതെ അങ്ങ് പറഞ്ഞു കേട്ടാ പോരാ, മനസ്സിരുത്തിയിട്ട് ചിന്തിച്ച് ഈ സമയം നശിക്കാൻ പോകുന്ന ജീവിതമാണ്, ഈ സമയം കെട്ടടങ്ങാൻ പോകുന്ന ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, തട്ടത്തുമലയിൽ ആക്സിഡന്റ് നടന്നിട്ട് 2 ദിവസമായി ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ഇന്നലെ ഞാൻ ദുആ ചെയ്തല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. ഇന്ന് വൈകുന്നേരവും സീരിയസ് ആണ് പ്രിയപ്പെട്ടവര്. ഒരു ഉറപ്പ് പോലും ഡോക്ടർമാർ കൊടുത്തിട്ടില്ല. ഇതുവരെ 2 ലക്ഷം രൂപയ്ക്കകത്ത് 2 ദിവസം കൊണ്ട് ചിലവായി. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവര് ഇപ്പോഴാ എന്റെ മൊബൈലിലേക്ക് ആ സഹോദരന്റെ ഇക്ക ഒരുപാട് പ്രാവശ്യം ഇതാ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയുടെ അവസ്ഥ വളരെ അപകടകരമാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മാരെ പ്രിയപ്പെട്ടവനാണ്, വാപ്പാക്ക് പ്രിയപ്പെട്ടവനാണ്, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ, അപകടം സംഭവിച്ചു. തലച്ചോറിൽ ബ്ലഡ് കോട്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് സഞ്ചാരമില്ലാതെ തകർന്നു പോയ ശരീരവുമായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ അകത്ത് ജീവിതം
ജീവിതമാണോ മരണമാണോ എന്നറിയാതെ ഒരാഴ്ച മുമ്പ് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സഹോദരനാണ്. 3-4 ദിവസം മുമ്പ് കൂട്ടുകാരനെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരനാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹു ഇത്തിരിക്കുന്ന സന്തോഷം കൊണ്ട് മതിമറക്കണ്ട. ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി, എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം പേടിക്കുന്നത് അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ, ദുനിയാവിന്റെ ആഡംബരത്തെ, ദുനിയാവിന്റെ ഭംഗിയെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിനെയാണ്. വസീനതിഹാ, ദുനിയാവിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മുന്നിൽ അല്ലാഹു കാണിച്ചു തരുന്നതിനെ ഞാൻ പേടിക്കുകയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതായത് ഗസാലി ഇമാം പറയുന്നുണ്ട്, ഒരാൾക്ക് മരണമാസന്നമായാൽ അയാൾക്ക് പെട്ടെന്ന് ഗ്ലാമർ കൂടുമെന്ന്, പെട്ടെന്ന് ഭംഗി കൂടും. അണയാൻ പോകുന്നത് ഈ ആളിക്കത്തൊന്നും ചില ആൾക്കാർ പറയല, ആ പഴഞ്ചൊല്ല് പോലെ സംഭവിക്കും. പെട്ടെന്നൊരു ഭംഗി അല്ലാഹു ആ മുഖത്തിനും ആ ശരീരത്തിനും കൊടുക്കും. ഇന്നലെ വരെ ഇല്ലാത്തൊരു ഭംഗി പെട്ടെന്നൊരു ദിവസം വന്നാൽ സമയമായി എന്നറിയുക. അങ്ങനെയാണ് ദുനിയാവിന് ഇന്ന് ആ ഭംഗിയാണ്. പഴയ കാലത്തില്ലാത്ത ഭംഗിയാണെന്ന് ദുനിയാവിൽ. പൊന്മുടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഇല കൊണ്ട് 100 പുസ്തകത്തിന് നിറച്ച് കവിത എഴുതാൻ കഴിയുന്ന സൗന്ദര്യം ഇന്ന് നമ്മുടെ ദുനിയാവിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒരു ഇല വെച്ചുകൊണ്ട് 100 പുസ്തകത്തിലെ കവിതകൾ എഴുതാൻ കഴിവുള്ള ചിന്തകന്മാര് ദുനിയാവിൽ വരുന്നത് ആ ദുനിയാവിന്റെ ഈ വസ്തുക്കൾക്ക് സൗന്ദര്യം കൂടുന്നത് കൊണ്ടാണ്. എത്ര ഭംഗിയാണെന്ന് ദുനിയാവിനെ കാണാൻ, എത്ര രസമാണ്. എല്ലാ സ്ഥലത്തും ഘോഷയാത്രയും സന്തോഷവും ആനന്ദവും. ഒരു യാത്ര ചെയ്ത് രാത്രി അങ്ങോട്ട് പോയാൽ എല്ലാ സ്ഥലത്തും ലൈറ്റും ബഹളവും, ഇങ്ങനെ സന്തോഷമാണ്. ഇതെന്തുകൊണ്ടാ? തീരാൻ പോകുന്നതിന്റെ അടയാളമാണ്. ദുനിയാവ് നശിക്കാൻ പോകുന്നതിന്റെ മുന്നൊരുക്കമാണ്. ഇനി ഒന്നുമില്ല. ഏകദേശമുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു. ജനലക്ഷങ്ങളൊക്കെ മണ്ണിനടിയിലേക്ക് പോയി. ഇനി അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോഴും ഇത്രയും സ്ഥലത്ത് ഇതൊക്കെ നടന്നിട്ടും നമ്മളെ ഇപ്പോഴത്തെയും ചിന്ത എന്താ? അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ദുനിയാവ് വീടിന് തറക്കല്ലിട്ടല്ലേ ഉള്ളൂ ഉസ്താദേ, ഇനി എന്തെല്ലാം ജോലിയുണ്ട് അതിനകത്ത് താമസിക്കണം. AC റൂമാണ് എനിക്കും എന്റെ ഹസ്ബൻഡിനും വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നമ്മളെ അള്ളാഹു കൊണ്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് അറിയോ? എടാ, ഒരുപാട് നന്മ ചെയ്തു പോയവരൊക്കെ പെട്ടെന്ന് മരിക്കും, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്ത. എടാ, കള്ളു കുടിച്ചൊക്കെ നടന്നാൽ പെട്ടെന്ന് മരിക്കൂല. കള്ളുകൂടി, ചീട്ടുകളി, പെണ്ണുപിടി, ഇങ്ങനെ അടിച്ചു പിടിച്ച് നടന്നാൽ പെട്ടെന്ന്. നിസ്കാരമൊക്കെ നടത്തി പെട്ടെന്ന് നല്ല പള്ളിയായിട്ട് ബന്ധപ്പെട്ട മരണചിന്തയും വന്ന് പെട്ടെന്ന് ഉരി അവൻ അറ്റാക്കൊന്നും തീർച്ച. അതുകൊണ്ട് ഞാനിപ്പോ ആ ഭാഗമൊന്നുമില്ല. ഞാനിപ്പോ കള്ള കുടിച്ച് ലാവിഷായിട്ട് ജീവിക്കും. ഇത് പിശാചിട്ട് കൊടുക്കുന്ന ചിന്തയാണ്. പെട്ടുപോകരുത് അതിനകത്ത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ചില ഉമ്മമാര് പറയൂലേ, നരകത്തിൽ പോകാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അള്ളാഹുടെ വലിയ നരകം ഇട്ടിട്ട് ആരും ഇല്ലെങ്കിൽ അള്ളാഹ് വിചാരിക്കുക, അയ്യേ നാണക്കേടായല്ലോ, എല്ലാവരും സ്വർഗത്തിലായി പോയാലും പടച്ചൊരു നാണക്കേട്. അതുകൊണ്ട് ഭരണിക്കാവിന്ന് കുറച്ച് നമ്മൾ 5-6 പേര് നരകത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കണം എന്ന് ചില ആൾക്കാർ പറയും. ഇതൊക്കെ പിശാചിട്ട് തരുന്ന ചിന്തയാണ്, അപകടമാണ്. ആ ഒരൊറ്റ വാക്കുമതി നിനക്ക് അല്ലാഹു നിന്റെ സകല നന്മയും പൊളിച്ചു കളഞ്ഞ് നിനക്ക് നരകം തരാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാര് ചിലപ്പോ വിചാരിക്കും കള്ളുക്ക് കുടിച്ച് ദുആ ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും, കുഴപ്പമില്ലടാ, ഞാൻ നിർത്താൻ പോയതാണ്, പക്ഷെ മറ്റന്നാ ഷാനവാസ് ഗൾഫിന്ന് വരണം. അവൻ വരുമ്പോ എന്തായാലും ഒന്നും കൂടിയില്ലെങ്കിൽ അവനൊരു നാണക്കേടാണ്. അതുകൊണ്ട് അവന്റെ കൂടെ ഒന്ന് കൂടിയിട്ട് അത് കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, തൗബ ചെയ്യാൻ വെള്ളിയാഴ്ച രാവേ പറ്റുള്ളൂ, ദുആ ചെയ്യാൻ വെള്ളിയാഴ്ച രാവേ പറ്റുള്ളൂ എന്നൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് നമുക്ക് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണെന്ന് കരുതും. ഈ ജീവിതത്തിന്റെ ഈ ഒരു സെക്കൻഡ് ഉണ്ട്. ഈ സെക്കൻഡിന്റെ വില നമ്മൾ അറിയുന്നത് നമ്മുടെ തലയോ അല്ലെങ്കിൽ അവയവങ്ങൾ എവിടെയെങ്കിലും പാറയിലോ പോസ്റ്റിലോ ഒക്കെ വന്ന് ഇടിച്ച് സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നു 1/2 മണിക്കൂറിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് എഴുതി തന്നാൽ ആംബുലൻസിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താ? പടച്ചോനെ, പൊന്നുമോന്റെ ശരീരം കൊണ്ടുപോവാൻ വഴിയിലൊന്നും ഒരു ബ്ലോക്കും ഒരു അപകടങ്ങളും തരല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീറിപ്പാഞ്ഞു പോവുക. ആ 1/2 മണിക്കൂറിന്റെ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ്, അതാണ് സമയത്തിന്റെ വില.
ആ അരമണിക്കൂറിലെ ഒരു സെക്കൻഡ് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര അള്ളാഹുവിനെ നമ്മൾ വിളിക്കും, എത്ര പ്രാവശ്യം നമ്മൾ വിളിക്കും. കരയാത്ത കണ്ണുകളെന്ന് നിറയൂലേ, ഇടിക്കാത്ത ഹൃദയമെന്നിടിക്കൂലേ. പക്ഷെ ഇപ്പൊ നാം പാഴിക്കളയുന്ന എത്ര സമയങ്ങളാണ്, അതിന് വിലയില്ലല്ലോ. ഒരു സെക്കൻഡ് പോയാൽ അത് പിന്നെ മടങ്ങി വരൂല. അദ്ദുനിയാ കഹുൽ മിൻ നായിമി ഇദ് യറാ ഫീ മനാമിഹി മാ യസ്റു വമാ യക്റഹു ഫബൈനമാ ഹുവ കദാലിക യുംദബഹാ. ദുനിയാവെന്ന് പറഞ്ഞാൽ നീ കാണുന്ന ഒരു സ്വപ്നം പോലെയാണ്. സ്വപ്നം കണ്ടു തീരുമ്പോ അറിയാതെ നീ ഉണർന്നു പോകുന്നത് പോലെ ദുനിയാവ് അത്രയേ ഉള്ളൂ, പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതാണ്. എത്രയോ പേര് അസറായിൽ കൊണ്ടുപോയി. അതുകൊണ്ട് അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ. അല്ലാഹുവിന്റെ വാർഷത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് കണ്ണീരോടെ കള്ളിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, പെണ്ണിൽ നിന്ന് ഒഴിവായി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോ. ഇതാ ആ മയ്യിത്ത് കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെച്ചു. എട്ടാമത് റൂഹ് നിലവിളിക്കുന്നത് എപ്പോഴെന്നറിയോ? പള്ളിക്കകത്ത് വെച്ചിട്ട് പിന്നെ ഉസ്താദ് സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു നസീഹത്ത് കൊടുക്കുമല്ലോ. മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചു. എല്ലാവരും ഒളുവെടുക്കുന്നു. എല്ലാ ആൾക്കാർക്ക് ഒളുവുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന് ഒളു വേണമോ എന്ന് ചോദിച്ചവര് പോലുമുണ്ട്. അള്ളാഹു കാക്കട്ടെ. കൊച്ചിൻ ഹനീഫ മരണപ്പെട്ടപ്പോൾ എറണാകുളം സ്റ്റേഡിയത്തിൽ മയ്യത്ത് നിസ്കാരത്തിന് സിനിമാ നടൻ സിദ്ദീഖ് നേതൃത്വം കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ്. ആ സമയത്ത് സഹോദരിമാർക്ക് കൊച്ചിൻ ഹനീഫ മരിച്ചതിലല്ല വിഷമം, സിദ്ദീഖിന്റെ പുറകെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തതിലാണ് വിഷമം. അങ്ങനെ സിദ്ദീഖ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ പള്ളിയിലെ ഇമാമാണ് എന്റെ ഒരു സുഹൃത്ത് നോക്കുമ്പോ കുറെ ആൾക്കാർ അവര് മയ്യത്തിന്റെ